എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് 1 കോടി. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലും തമിഴ്നാട്ടിലും മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ചിത്രം നിറഞ്ഞോടുകയാണ്. കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, അഗാധത്തിൽ പെട്ടുപോയൊരു സുഹൃത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ മറ്റൊരു സുഹൃത്ത് കാണിച്ച ആവേശവും ആത്മാർത്ഥതയുമാണ്. മഞ്ഞുമൽ ബോയ്സ് ഒറിജിനലിന്റെ 2ാമത്തെ എപ്പിസോഡ്, അതായത് അവസാനത്തെ എപ്പിസോഡിൽ കടക്കുകയാണ് ലോകമെങ്ങുമുള്ള മനുഷ്യ സ്നേഹികൾക്ക് ആവേശം പകരുന്ന കഥയിലേക്ക്. ഹായ് കുട്ടിയേട്ടാ. നമസ്കാരം സിജു ആൻഡ് സുഭാഷ്. ഹായ് സിജു ഡേവിഡ്. ഹലോ സർ. താങ്ക് യു സർ. ഹായ് സുഭാഷ്. പ്രേക്ഷകർക്ക് പരിചയപ്പെടാൻ വേണ്ടി പറയാണ്, ഇതാണ് സിജു ഡേവിഡ്. അതായത് ഈ ഗുഹയുടെ ആഴങ്ങളിൽ പോയി കൂട്ടുകാരനായ സുഭാഷ് രക്ഷപ്പെടുത്തിയ സിജു ഡേവിഡ്. ഇത് സുഭാഷ് ഈ ഗുഹയ്ക്ക് ആഴങ്ങളിലേക്ക് വീണ് കുറേ മണിക്കൂറുകളോളം ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരില്ല എന്ന് വിശ്വസിച്ച്, അല്ലേ, മരണം ഏതാണ്ട് അടുത്തു എന്ന് മനസ്സിലായ സുഭാഷ്. ഓക്കെ, അപ്പൊ കരയ്ക്ക് കയറി കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്തത്? കരക്ക് കയറി കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയോ? നേരെ ഹോസ്പിറ്റലിലോട്ടല്ല. ആദ്യം തന്നെ ഒരു ഞങ്ങൾ ഏറ്റവും മുകളിൽ കൊണ്ട് ഇരുത്തിയിട്ട് ആദ്യം ചൂട് വരെയാണ് ചെയ്തത്. അത്രയും മരവ് പറഞ്ഞ ഞങ്ങളുടെ ശരീരം രണ്ടുപേരും. അപ്പൊ ആദ്യം താങ്ങാൻ പറ്റാത്ത തണുപ്പല്ലേ? താങ്ങാൻ പറ്റാത്ത തണുപ്പാണ്. അപ്പൊ ഞങ്ങൾ എടുക്കുമ്പോ തന്നെ അവർക്ക് ആ ഫീൽ ചെയ്തിട്ടുണ്ടാവും തണുപ്പ്. കാരണം അത്ര ഞങ്ങളുടെ ശരീരം അത്ര ഇതാ തണുത്തിരിക്കണായിരുന്നു രണ്ടുപേരുടെ ശരീരം. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം ചൂട് വന്ന്, പിന്നെ ആ തണുപ്പില് സിജുവിനത് എടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. അല്ലേ? കാരണം ഇത്രയും തണുപ്പ് നമ്മളെ ശരീരത്തേക്ക് വരുമ്പോഴേ. അതാ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്, ദൈവത്തിന്റെ ആ ഒരു പ്രത്യേക ഒരു എന്തോ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പറ്റൂല എനിക്ക്. അതങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക്. ഓക്കെ, നമ്മള് ഒരു അതീതമായ ഒരു കരുത്താണല്ലോ ആ സമയത്ത്. ഈ തണുപ്പ് മൈനസ് ഒക്കെ ഒരുപാട്, ചിലപ്പോൾ -40 -50 കിടക്കുന്ന തണുപ്പായിരിക്കും അവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ തണുപ്പിലൊക്കെ നമുക്ക് ഒരാൾ ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ കാര്യമല്ലേ. അപ്പൊ ചൂട് തന്നു, ശരീരത്തിൽ ചൂട് തന്നു, വെള്ള ചായയൊക്കെ തന്നു. അങ്ങനെ നമ്മുടെ ആ ഒന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്. ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ അഡ്മിറ്റ് ആയോ? അഡ്മിറ്റ് ആക്കിയില്ല, ഞങ്ങൾക്ക് പ്രാഥമിക ചികിത്സ, അത്യാവശ്യം മുറിവൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് അപ്പൊ തന്നെ അവിടെ നിന്ന് അവർ പറഞ്ഞു, അവിടെ ഒരു മലയാള ഡോക്ടറാണ്, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്നാണെങ്കിൽ ശരിയാവൂല, ഇത്രയും പെട്ടെന്ന് പൊക്കോളാൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതെന്താ പോവാൻ പുള്ളി പറഞ്ഞത്? അത്ര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം ഫോറസ്റ്റുകാർ ഇപ്പൊ ഇതല്ല, അത് ഞങ്ങൾ പ്രൊഹിബിറ്റഡ് ഏരിയയിലോട്ട് ഞങ്ങൾ പോയെന്നും പറഞ്ഞാൽ ഞങ്ങളുടെ പേരിൽ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനുള്ള ഇതായിരുന്നു. ഓ, അപ്പൊ അത് ആ കേസിൽ നിന്നും സ്ഥലം വിട്ടു. കാരണം ആ ഡോക്ടർ അത്ര ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആ ഡോക്ടറെ കാണണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ മലയാളി ഡോക്ടറല്ലേ, അദ്ദേഹം ഈ പരിപാടി ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഡോക്ടർ ഒരു കാര്യം ചെയ്താൽ മതി, ലേഡി ഡോക്ടറാണ് നമ്മുടെ ഡോക്ടർ ഫ്ലവേഴ്സിൽ ഒരു കുറിമാനം അയച്ചാൽ മതി, നമ്മളിവരുമായിട്ട് ബന്ധപ്പെടാം. ഡോക്ടറുടെ പേരറിയായിരുന്നു, ഓർമ്മയുണ്ടോ? ലേഡി ഡോക്ടറാണ്. അപ്പൊ ലേഡി ഡോക്ടർ ഒരു മെയിൽ ഐഡി കൊടുത്തേക്കാം, c@24news.com, c@24news.com എന്നൊരു ഇമെയിൽ ചെയ്താൽ മതി. ഡോക്ടറെ നമ്മൾ ഇവരുമായിട്ട് ബന്ധപ്പെടും. ഇവരുടെ ആഗ്രഹമല്ലേ, ഡോക്ടർ ഒരുപാട് സഹായിച്ചു എന്നുള്ളതിന്റെ നന്ദിയും സ്നേഹവും ഇപ്പോഴും ഇവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതൊന്ന് നേരിട്ട് അറിയാൻ വേണ്ടിയാ ഡോക്ടറിന് പറ്റുമെങ്കിൽ, അല്ലേ? ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, ഡോക്ടർ ആരെങ്കിലും പറയുമല്ലോ. അപ്പൊ ഡോക്ടർ അവിടെ ഉണ്ടാകുമെന്തോ ഇപ്പോ. ശരി, അപ്പൊ നമുക്ക് എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, പോയ കോളേജിൽ തന്നെ മടങ്ങി, കോളേജിൽ തന്നെ രാത്രി തന്നെ തിരിച്ചു പോകുന്നു. രാത്രി തന്നെ തിരിച്ചാർന്ന്. അത് വളരെ സ്ലോയിലാണ് ഞങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്നത്. പേടിയുടെ മാത്രമല്ല, ഇവന് ഇരിക്കാൻ പറ്റണ്ടാവുന്നില്ല. ഒരു ചെറിയ കട്ടർ ചാടുമ്പോഴും കരന്ന് കരയായിരുന്നു. എന്തായിരുന്നു അത് ഫീലിംഗ് ആ സമയത്ത്? ഓർമ്മ ശരീരം മൊത്തം വേദനയല്ലേ, സഹിക്കാൻ പറ്റാത്ത വേദന. പിന്നെ ശരിക്കും പറഞ്ഞ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി. അല്ല, നിങ്ങൾക്ക് കേരള അതിർത്തി കടന്നപ്പോ നിങ്ങൾക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും കയറി കിടക്കാൻ പറ്റില്ലായിരുന്നു? പക്ഷേ അന്നത്തെ പ്രായത്തിൽ അതൊന്നും തോന്നിയില്ല. ക്യാഷ് ഇല്ല, പൈസ ഞങ്ങളുടെ എല്ലാ ഫുൾ പൈസ അവർ വാങ്ങിച്ചെടുത്തായിരുന്നു. അതിന്റെ പോകാമ്പളത്തെ ഏരിയയിൽ പോയി പറഞ്ഞുകൊണ്ടുള്ള ഫൈനും കാര്യങ്ങളായിട്ട് ശരിക്കും ഡീസൽ അടിക്കാനുള്ള കാശ് മാത്രം തന്നിട്ട് ബാക്കിയെല്ലാം അവർ വാങ്ങിച്ചെടുത്തായിരുന്നു. പേഴ്സൊക്കെ എടുത്ത് എല്ലാവരും വെച്ചിട്ട് പേഴ്സിൽ നിന്ന് എല്ലാവരുടെയും കാശൊക്കെ എടുത്ത് ഡീസൽ അടിക്കാൻ എത്ര രൂപ വേണമെന്ന് ഡ്രൈവറോട് ചോദിച്ചു. ആ കാശ് മാത്രം തന്നിട്ട്. പിന്നെ അന്ന് ഗൂഗിൾ പേ, ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ, ഗൂഗിൾ പേ ഇല്ല. അപ്പൊ നാട്ടിൽ തന്നെ വരണം, വേറെ രക്ഷയില്ല. പിന്നെ നിങ്ങൾ ഒറ്റയടിക്ക് യാത്ര ചെയ്ത് ഇങ്ങനെ മഞ്ഞുമൽ തിരിച്ചു വന്നു? ഒറ്റയടിക്ക് വളരെ സ്ലോ. അതിന്റെ ഇടയ്ക്കൊന്നും ചില ട്രാജഡികളൊക്കെ സംഭവിച്ചായിരുന്നു. ഈ ഉറക്കം നിന്നുള്ള ഒരു ഇതാണല്ലോ. പഴനി കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ജസ്റ്റ് വണ്ടി ഒന്ന് കയ്യിൽ നിന്ന് സ്ലിപ്പ് ആവായിരുന്നു. അത്രയും പതുക്കെ ഓടിച്ചിട്ട് പോലും അത് വണ്ടി വളരെ സ്ലോ ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ ചെറുതായിട്ടൊന്ന് മീഡിയയിലോട്ട് കയറിയായിരുന്നു. എല്ലാവർക്കും ക്ഷീണമായി പോയി. സാധാരണ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. നൈറ്റ് കയറി വന്നു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഒരു നൈറ്റ് ഉറങ്ങാതെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ചപ്പോ അത് നടന്നിട്ടില്ല. അത്രയും ടെൻഷനും അത്രയും ഇതെല്ലാരും ഓടി നടന്നിട്ടുണ്ട്. ശരീരം എല്ലാവരും തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഉറങ്ങാത്തൊരു മനുഷ്യൻ ഞാനുള്ളൂ.
അത്ര വേദനയുള്ള സമയത്ത് ഒരു ഹമ്പ് ഒരു ഗട്ടർ ചാടുമ്പോഴും ഞാൻ വേദന കൊണ്ട് പുളയുന്ന അവസ്ഥയായിരുന്നു. പിന്നെ ഉറക്കം വരത്തില്ലല്ലോ. ഞാൻ അപ്പൊ തന്നെ അത് ഒരു പറയും ഭാഗ്യമായി അല്ലേ? കൃത്യമായിട്ട് കാര്യം വണ്ടി വീടിലൊക്കെ കയറുമ്പോഴും അറിയാൻ പറ്റിയല്ലോ അതുകൊണ്ട് അല്ലേ? ഓക്കെ. എന്നിട്ട് ഇവിടെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോ ചികിത്സയ്ക്ക് എങ്ങനെ? അവിടെയാണോ നമ്മുടെ ഗൾഫ് നിവാസിക്ക് ഇതുണ്ടായത്? അന്ന് എവിടെയായിരുന്നു പുള്ളി? പോളണ്ട്? അയാളല്ല, സുജിത്ത് സുമേഷ് എന്ന് പറഞ്ഞ ട്വിൻസ് ഉണ്ട്. സുമേഷ്. അതിൽ ആരായിരുന്നു? ഈ സുമേഷാണ് ടൂർ വരാത്തത്. പുള്ളിയാണ് പുള്ളിനെ മാത്രമേ ഞാൻ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. ഇന്നലെ സംഭവിച്ചിട്ടുണ്ട്. എവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു? ഞങ്ങൾ വന്നവഴിക്ക് വിളിച്ചായിരുന്നു. തമിഴ് ചാനലൊക്കെ വെക്കണ്ടെങ്കിൽ മാറ്റിക്കോളാൻ പറഞ്ഞു. അതായത് അവിടെ ന്യൂസിലൊക്കെ കാണിക്കണ്ട്, നാട്ടിലാരടുത്തും പറയണ്ട. അവിടെ അപ്പോഴത്തേന് നിങ്ങളുടെ പടമൊക്കെ എടുത്തോര് ഷൂട്ട് ചെയ്തോ? നിങ്ങൾ തമിഴൊക്കെ അടിച്ചോ? ഇല്ല, അങ്ങനെ ഞങ്ങൊന്നും പറഞ്ഞില്ല, പക്ഷെ ഷൂട്ട് ചെയ്തായിരുന്നവര്. പോരാങ്കി ഇത്രയും പേര് മരിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് ഒരാൾ രക്ഷപ്പെട്ട കഥയല്ലേ? അപ്പൊ ചാനല് ആഘോഷമാക്കി. അപ്പോഴത്തേക്ക് തമിഴ്നാട് മൊത്തം അറിഞ്ഞു. കേരളത്തിലേക്ക് വരാതിരിക്കാൻ ദിനേമലർ പത്രത്തിലൊക്കെയാണ് വന്നത്. ദിനമലർ പത്രത്തിലൊക്കെ വന്നു വലിയ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ന്യൂസ് കണ്ടിട്ടാണ് പള്ളിയിൽ വിളിച്ചു പറഞ്ഞ്. ആരാ വിളിച്ചു പറഞ്ഞ? പള്ളിയിൽ അത് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ്, ഒരു മാസം കഴിഞ്ഞ ശേഷം. അപ്പൊ നിങ്ങൾ പിന്നെ എവിടെയാ ചികിത്സിച്ചത്? അവ തിരിച്ചു വന്നതിന് ശേഷം മഞ്ഞുമല സെന്റ് ജോസഫ് ഹോസ്പിറ്റലാണ് ആദ്യം വന്നത്. അവിടുന്ന് അതിനുശേഷം ലിസി ഹോസ്പിറ്റലിലേക്ക് സ്കാൻ ചെയ്യണം, ന്യൂറോ സർജനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി. അല്ല നിങ്ങള് എനിക്ക് മഞ്ഞുമല എവിടെയുള്ള ഏതോ ഒരാള് പടിയിൽ എന്തോ പോയിട്ട് ഒരു തമിഴ് പത്രം കണ്ട് വായിച്ച് അങ്ങനെയല്ലേ ഇത് ആദ്യം അറിഞ്ഞത്? എന്തായിരുന്നു സംഭവം? അത് അങ്ങനെ തമിഴ് അറിയത്തില്ലല്ലോ. അങ്ങനെ എന്തൊരു സാധനം പോയി പേപ്പറിൽ എന്തോ നിങ്ങളുടെ പടം കണ്ടിട്ട് അങ്ങനെ എങ്ങോട്ടല്ലേ കടക്കാരോട് ചോദിച്ചത് എന്തോ ഇത്? പുള്ളിക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. ഫോട്ടോവും മഞ്ഞുമൽ എന്നുള്ളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഒരു മഞ്ഞുമൽ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ട്. തമിഴൻ ഉണ്ടായിരുന്നു പുള്ളിനോട് എന്താണ് അപ്പൊ എന്നിട്ടാണ് ഈ പള്ളിയിൽ വിളിച്ചു പറഞ്ഞത്. പള്ളിയിൽ അങ്ങനെയാണ് ഇവിടെ അറിയുന്നത്, നാട്ടിൽ അറിയുന്നത്. അപ്പൊ അച്ഛനാണ് അറിയുന്നത് ആദ്യം അല്ലേ? അച്ഛന് ഞങ്ങളുടെ എന്റെ ഒരു കസിനാണ്. ഒരു മാസം ഇത് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞല്ലോ. അപ്പൊ സംഭവം ഈ ഒരു മാസം ഈ കാര്യം രഹസ്യമായി സൂക്ഷിക്കാൻ കാര്യം സത്യം ചെയ്താണോ വന്ന്? സത്യം ചെയ്താണോ വന്ന്? ആരോടും പറയരുത്. ആണല്ലേ? അതാണിത് നിങ്ങളുടെ പേടി. ഇനി ഒരിക്കലും ടൂർ പോകാൻ പറ്റത്തില്ല എന്നുള്ള പേടിയുണ്ട്. പിന്നെ അപകടത്തിന്റെ ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. ടൂർ പോകാൻ പറ്റുന്ന കാര്യം മാത്രമല്ല, പിന്നെ ഇവന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോ അമ്മക്ക് എന്ത് താങ്ങാൻ പറ്റുമോ, ഫീൽ വരുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സത്യം ചെയ്ത് ഇത് ആരടുത്ത് നാട്ടിൽ ആരടുത്തും പറയരുത്, എല്ലാവരും ഉള്ളിലേക്ക് ഒതുക്കിക്കൊണ്ട് നടക്കാറുന്നത്. അപ്പോഴാണ് അച്ഛൻ പൊളിക്കുന്നത്. അച്ഛൻ ഇറങ്ങി എന്താ ചെയ്തത്? അച്ഛൻ അറിഞ്ഞതിന് ശേഷം അച്ഛൻ അത് കുർബാന കഴിഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞു. മൈക്കോട് വിളിച്ചു പറഞ്ഞോ? വലിയ ഇടവകയാണ്. എന്താ അച്ഛൻ പറഞ്ഞ? മൈക്കോട് പറഞ്ഞ എന്താ? ഇതുപോലെ കൊടൈക്കനാലിൽ പോയ ഒരു സുഹൃത്തിനെ നമ്മുടെ ഇടയിലുള്ള ഒരു സുഹൃത്ത് രക്ഷിച്ചു എന്നുള്ളത് അത് പത്രങ്ങളിലൊക്കെ ഭയങ്കര വാർത്തയാണ് അവിടെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം പിന്നെ പേര് പറഞ്ഞായിരുന്നു. ഫുൾ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് എല്ലാ പത്രങ്ങളിലും വാർത്തയായിരുന്നു. പിന്നെ ന്യൂസ് ചാനലുകളിലും ഭയങ്കര വാർത്തയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പറന്നിടക്കായിരുന്നു കുറെ നാള്. എല്ലാവരും ഉദ്ഘാടനവും അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ ഉദ്ഘാടനം എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. ഉദ്ഘാടന കാര്യങ്ങളൊക്കെ ഉദ്ഘാടനം അങ്ങനെ കുറെ പരിപാടികളുണ്ടായി. സുഭാഷിന്റെ അമ്മ അറിയുന്നു. അമ്മ എന്താ പറഞ്ഞേ? അമ്മ കുട്ടനെ പോയി കെട്ടിപ്പിടിച്ചു. അല്ല അമ്മ ജിത പറഞ്ഞില്ല അല്ലേ? എനിക്ക് തോന്നുന്നത് സിജുവിന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡല്ലേ ഇത്? പിന്നെ അല്ലേ ഒരു അമ്മ കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞു. അമ്മ എന്താ പറഞ്ഞത്? അമ്മ ഒന്നും പറഞ്ഞില്ല, കെട്ടിപ്പിടിച്ച് കരയണേത്. ഒന്നും പറയാൻ പറ്റില്ല, കുറെ നേരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിലുണ്ടായിരുന്ന എല്ലാം പറയാനുള്ള എല്ലാം. ഈ എനിക്കൊന്ന് പിന്നീട് സിജുവിന് രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടി. ഏത് പുരസ്കാരമായിരുന്നു? സർവോത്തം ധീരതയ്ക്കുള്ള അവാർഡ്. ധീരതയ്ക്കുള്ള സർവോത്തം ജീവ രക്ഷാ പതക് അത് കിട്ടി. അത് ആ വർഷമായിരുന്നു. അവാർഡ് VS ആണോ? സഖാ VS ആണോ മുഖ്യമന്ത്രിയായിരുന്നു. സമ്മാനിച്ചു. എവിടെ വെച്ചായിരുന്നു? തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ഈ ടെലിവിഷനിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് നിങ്ങള് മഞ്ഞുമൽ ഏറ്റവും വലിയ VIP-കളായില്ലേ? എറണാകുളത്തൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി കാണുമല്ലോ. അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ലല്ലോ. ഇത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇപ്പോഴത്തെ ഭാഷയിൽ വൈറലായനെ. ഇപ്പോഴാണ് ഇറങ്ങി നടക്കാൻ പറ്റാത്തത്. ഇപ്പൊ ആര് കണ്ടാലും അറിയാം. ഇപ്പൊ ആണല്ലേ? പിന്നെ ഇപ്പൊ കുറച്ചുകൂടെ പ്രശ്നമായിട്ടുണ്ടല്ലേ? ഈ പരിപാടി ഇപ്പൊ ആൾ കണ്ടോണ്ടിരിക്കുക. ഇത് കഴിയുമ്പോൾ കുറച്ചുകൂടെ പ്രശ്നമാവും. ഓക്കെ, അപ്പൊ കുറച്ച് പ്രശ്നമാവട്ടെ. നമുക്ക് എന്തായാലും നമ്മൾ അവിടെ വരെ പോയിട്ട് നിരോധ മേഖലയൊക്കെ കടന്ന ആൾക്കാരല്ലേ അല്ലേ? അത് ബോർഡ് തമിഴിലായിരുന്നു എഴുതി വെച്ചത്. 13 പേര് മരിച്ചിട്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എല്ലാം തമിഴിലേ എഴുതി വെക്കുള്ളൂ. നമുക്ക് തമിഴ് വായിക്കാൻ അറിയില്ലല്ലോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ വേലിയൊക്കെ പൊളിഞ്ഞെടുക്കണാണ്. അവിടെ നിന്ന് പോയ ആൾക്കാർ ഇതൊക്കെ കണ്ട് തിരിച്ചും വരുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? ആ പ്രായത്തിൽ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. അവർക്ക് പോയെങ്കിൽ നമുക്കും പോയിക്കൂടെ? അതാണ് അതിനുള്ള കാരണം. എപ്പോഴെങ്കിലും സുഭാഷ്
അവിടെ പോകേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചിരുന്നോ? കാരണം ഇങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ, കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് മരണം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുമല്ലോ. അതിന് വലിയ അകലമൊന്നുമില്ലല്ലോ. കാലെന്ന് വഴുതിയാൽ മരണത്തിലേക്കാണൽ എന്ന് പറയുന്ന അവസ്ഥയല്ലേ? എപ്പോഴെങ്കിലും ചിന്തിച്ചോ? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പോകേണ്ടിയിരുന്നില്ല അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ സിജുവോ? പക്ഷെ ആലോചിക്കുമ്പോഴും അതൊരു സന്തോഷമായിട്ട് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇത്തരം ഒരു ഇതൊക്കെ വന്നല്ല, അന്നത്തെ ഒരു ഇതില് ഭയങ്കര സങ്കടം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് അറിയാം, നിങ്ങളുടെ ഒരു സൗഹൃദത്തിന്റെ ഒരു ബലം ഉണ്ടല്ലോ, ഒരു കരുത്ത്. അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർ സ്വന്തം കാര്യം ചിന്താവാ അവനവനിസം വളരെ കൂടിയൊരു കാലത്താണ്. ആ കാലത്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതം അപകടത്തിലാകാൻ 99% സാധ്യതയുണ്ട്. ഇതൊരു 1% ഭാഗ്യത്തിന്റെ അംശത്തിൽ ഇങ്ങോട്ട് മാറുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു വളരെ പോയാൽ ചിലപ്പോൾ നമ്മളും കൂടെ അങ്ങ് പോകുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇറങ്ങാൻ ധൈര്യപ്പെടുക. അപ്പോൾ അതൊരു സുഹൃത്തിനെ ജീവനോടെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. ഇങ്ങനെ ഒരു ഒറ്റ നിശ്ചയദാർഢ്യത്തിൽ ഇറങ്ങുന്ന ഒരു സൗഹൃദ സംഘം, ആ സംഘത്തിന്റെ ബലമാണ് നിങ്ങൾ ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ്. കാര്യം മനുഷ്യൻ പണമൊക്കെ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള സ്വാർത്ഥ പരിപാടികളാണല്ലോ കൂടുതലും. ആ സമയത്താണ് നിങ്ങൾ വേറെ ലെവലില്. അപ്പൊ നിങ്ങൾക്ക് പകരം നിങ്ങളേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഈ അവാർഡ് വാങ്ങിക്കാൻ പോയത് തന്നെ ട്രാവലറിൽ 10-40 പേരാണ്. ആണോ? 40 പേര് എടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോഴും ഇന്റർവ്യൂവിന് കുറെ പേര് വിളിക്കും. ഞങ്ങൾ പറയും ഞങ്ങൾ 11 പേരില്ലാതെ അല്ലെ 12 പേരില്ലാതെ ഞങ്ങൾ വരില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് ഓരോരുത്തര 2 പേരും ബൈറ്റ്സ് മതി എന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഞങ്ങൾ ഇത്രയും പേരില്ലാതെ ഒരു സ്ഥലത്തും വരില്ല. അത് നമ്മൾ തിരിച്ച് അങ്ങനെ പറയാനല്ലേ? ഓക്കെ, നമ്മളോടും പറഞ്ഞു ഞാൻ കൊള്ളാമല്ലത്, കൊള്ളാം, ആ പരിപാടി കൊള്ളാമല്ലോ. അപ്പൊ ഇതിനിടയ്ക്ക് സുഭാഷിന് ഒരു ഭാഗ്യം ഉണ്ടായേനെ. കാര്യം ഈ മരിച്ച 13 പേരുടെ കൂടെ 14ാമതായിട്ട് നമ്പർ ഇട്ട് എഴുതാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഇവര് പറഞ്ഞുള്ള അറിവാണ് എഴുതാൻ. അങ്ങനെ എഴുതാൻ തുടങ്ങിയായിരുന്നു അവിടുത്തെ ഫയർഫോഴ്സ്. ഈ 14ാമത്തെ ആളായിട്ട് 13 പേര് മരിച്ചു എന്നാണല്ലോ ഒഫീഷ്യൽ കണക്ക്. 14 എഴുതി ഇതിട്ട് വെച്ചു. കുറച്ചുകൂടെ നോക്കിയിട്ട് എഴുതാമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, എന്തായാലും നിങ്ങളെ കരയെന്ന് വേണം നമുക്ക് ഉപയോഗിക്കാൻ. എന്തായാലും ഈ കുന്തത്തിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞപ്പോൾ ഈ ഫയർഫോഴ്സുകാർക്ക് ഒരു സന്തോഷം വരുമല്ലോ. കാരണം അവരുടെ ഒരു ഓപ്പറേഷൻ അല്ലേ വിജയിച്ചത്. കാരണം അവരുടെ ഒരു റോൾ ഉണ്ടല്ലോ അതിനകത്ത്. അപ്പൊ അവരെന്താ പറഞ്ഞു നിങ്ങളോട്? തമിഴിലാണെങ്കിൽ പോലും അവരൊന്നും പറഞ്ഞാൽ എനിക്ക് ഓർമ്മൊന്നും കിട്ടണില്ല. അത് തന്നെ കേറി വന്നപ്പോ ആദ്യം തന്നെ ചോദിച്ചത് മറ്റേ സ്കെൽറ്റൻ കമലം കണ്ടാന്ന് ചോദിച്ചത്. ഇറങ്ങി പോണ സമയത്ത് അവിടെ താഴെ കാണല്ലേ ഓഫർ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആദ്യം തന്നെ ചോദിച്ചതാണ് വല്ല സ്കെൽറ്റനൊക്കെ കണ്ടാന്ന് ചോദിച്ചു ഇറങ്ങി ചെന്നപ്പോ. ഞാനൊന്നും കണ്ടില്ല. അതല്ല, പിന്നെയും കുറച്ചുകൂടെ താഴ്ചയില്ലേ? പിന്നെ കുറച്ചല്ല, ഒരുപാട് താഴ്ചയുണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് പോയാലും അങ്ങ് താഴെ പോയി കാണും അല്ലേ? സാറേ പോയേക്കണ 13 പേര് പോയെന്ന് പറഞ്ഞില്ല. പക്ഷെ ആരും ഈ പറഞ്ഞ കുഴിയിൽ ഒറ്റടിക്ക് പോയി ചിലപ്പോ മരിച്ചിട്ടുണ്ടാവൂല സാറേ. ആ ഒരു ഇറങ്ങാൻ ആളില്ലാണ്ട് ചിലപ്പോ കുറച്ചേരം ബോധമില്ലാണ്ട് കിടന്ന് ചിലപ്പോ കുറെ കഴിഞ്ഞപ്പോ ബോധം വന്നിട്ടുണ്ടാവും. ചിലപ്പോ അവർക്ക് 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോ ബോധം വന്നിട്ടുണ്ടാവും. പക്ഷെ നരകയാതന അനുഭവിച്ചായിരിക്കും മരിച്ചേക്കണത്. കാരണം ആ കുഴിയുടെ സ്ട്രക്ചർ അനുസരിച്ച് പോണവരാരും പെട്ടെന്ന് മരിക്കൂല സാറേ. അത്ര തലയിടിക്കൂല നമുക്ക്. ആ സ്ലിപ്പിങ്ങിന് അങ്ങനെ ഒരു ഒഴുക്കിലാണ് പോണത്. അപ്പൊ കുറെ നാൾ കൊണ്ട് നരകിച്ചായിരിക്കും മരിച്ചേക്കണത് പോയേക്കണവരല്ല. ശബ്ദം പുറത്തോട്ട് വരത്തൂല്ല, ചിലപ്പോ വന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും സാറേ. ആരുടെയും ബോധം പോവും. പിന്നെ ബോധം വരുമ്പോ കൂട്ടുകാരൊക്കെ ഇതുപോലെ നാട്ടുകാർ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. വച്ചിരുത്താ പിന്നെ ആര് കേൾക്കാൻ? എന്റെ കൂട്ടുകാർ പോകാത്ത കാരണം കൊണ്ട് എന്റെ ശബ്ദം കേട്ടു. അല്ലെ, മാത്രമല്ല എനിക്ക് തോന്നുന്നു അവര് എത്ര സമയം അവിടെ നിൽക്കും. അതെ സാർ, കുറച്ച് കഴിയുമ്പോ ഇതുപോലെ അവർ ഓടിച്ചു വിടുമല്ലോ അവര്. കാരണം ഇത് നിരോധിത മേഖല ആയതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകാൻ പറയും. പിരിഞ്ഞു പോയി കഴിയുമ്പോൾ ഇയാള് വെള്ളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ചിലപ്പോ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് ചിലപ്പോ. അപ്പൊ നിങ്ങൾക്ക് സർക്കാർ ജോലി ഓഫർ ചെയ്തു? അന്ന് ജോലി ഓഫർ ചെയ്തായിരുന്നു, പക്ഷേ ഇതുവരെയായിട്ട് ഒന്നും നടന്നിട്ടില്ല. അന്ന് ഓഫർ ചെയ്താണോ? ഗവൺമെന്റ് ആയിരുന്നു ഓഫർ ചെയ്തായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് ഓഫർ ചെയ്ത് സുഭാഷനാണോ? എനിക്കാണ് സിജുവിനെ ഓഫർ ചെയ്തായിരുന്നു. അത് നടന്നില്ല, ഇതുവരെയായിട്ട് നടന്നിട്ടില്ല ഒന്നും. അത് വളരെ മോശമായി പോയി. കാര്യം ജീവൻ രക്ഷാ പുരസ്കാരമൊക്കെ കൊടുത്തിട്ട് അതിന്റെ മേളിലൊരു ഭാരം വെച്ചൊരു ജോലിയും കൊടുത്തിട്ട് അത് കിട്ടിയില്ലെന്ന് ഞാൻ മോശമായി. സർക്കാർ ഒന്ന് ശ്രമിക്കുന്ന കൊള്ളാല്ലേ? ഇനിയിപ്പോ ജോലി ചെയ്യാനുള്ളൊരു മൂടുണ്ടോ ഇപ്പോ? പിന്നെ എന്ത് ജോലി ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നത് സർക്കാരിൽ നിന്ന് നമുക്കൂടൊന്ന് പറയാം, ഇങ്ങനെ ഇവരോടൊരു അതിന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു രേഖാമൂലം അവസാനം കുറെ നാള് ജോലി തരാന്ന് പറഞ്ഞത്. പിന്നെ അവസാനം നമുക്കൊരു ലെറ്റർ തന്ന് ഈ ഒരു വകുപ്പ് അനുസരിച്ച് ജോലി തരാൻ നിർവാഹമില്ല എന്നുള്ള ഒരു ലെറ്റർ കത്തടിച്ചു തന്നു. അത്രയും ഇതുണ്ടായിരുന്നുള്ളൂ. ആദ്യം പറഞ്ഞാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഇപ്പൊ എന്താ സിജു ചെയ്യുന്നത്? ഞാൻ സീ ബ്ലൂ ഷിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വൈപ്പിൽ ഒരു കമ്പനിയുണ്ട്. ഷിപ്പിന്റെ ബിൽഡിംഗും റിപ്പയർ ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവിടെയാണ് വർക്ക് ചെയ്യണത്. സുഭാഷോ? എനിക്ക് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ വർക്കാണ് ചെയ്യുന്നത്. അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണോ? കോമ്പറ്റീഷൻ ആണ് സാറേ. ഇപ്പൊ ടൂർ പോകാറുണ്ടോ? ടൂറ് പിന്നെ പോവാറുണ്ട്. ടൂറല്ലേ പോവാ? കൊടൈക്കനാലിൽ പിന്നെ പോയോ? സിനിമയുടെ പൂജ അന്ന് അവര് വണ്ടി വിട്ടു. ഈ മഞ്ഞുമൽ ബോയ്സിന്റെ പൂജ അവിടെ പോയി അവര് വണ്ടിയൊക്കെ വിട്ടു വന്നു കാര്യങ്ങള്. അപ്പൊ നമ്മള് 17 വർഷങ്ങൾക്ക് ശേഷം കൊടൈക്കനാല് പിന്നെയും പോയി. നിങ്ങൾ എല്ലാരും പോയോ? എല്ലാരും പോയാ.
അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? സുഭാഷാണല്ലോ ഏറ്റവും ഫീൽ ചെയ്യുന്ന ആ സ്ഥലം. അപ്പൊ അങ്ങനെ വരാൻ പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ നിർബന്ധിച്ച് കൊണ്ടുപോയി ആ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത് ആ പേടിയെല്ലാം അവിടെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പേടിയൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് പേടിയില്ല. ഇപ്പൊ പേടിയില്ല. ഓക്കെ, നോക്കിയോ ഇറങ്ങിയ സ്ഥലമൊക്കെ നോക്കിയോ ഒന്നുകൂടെ? ഇപ്പൊ കാണാൻ പറ്റില്ല സാറേ. ഇപ്പൊ അവിടെ അങ്ങോട്ട് ഇപ്പൊ ഇറങ്ങാൻ പറ്റില്ല നമുക്ക്. ഈ സിനിമ കണ്ടിട്ട് ആരും ഗുണ കേവ് കാണാൻ വേണ്ടി അങ്ങോട്ട് പോകണ്ട, കാണാൻ പറ്റില്ല. അതെ അതെ, ഇനി പോയിട്ട് കാര്യമില്ല. അതുകൂടെ നമ്മൾ പറയണം. മാത്രമല്ല പ്രേക്ഷകര് ഇതിൽ ആവേശം കൊണ്ട് ഒരിക്കലും നിങ്ങൾ കൊടൈക്കനാലിൽ പോയി ഗുണ കേവിലേക്ക് പോകണ്ട കേട്ടോ, അല്ലേ? നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. അവിടെ നിരോധിത മേഖലയാണ്, അവിടെ കാണാൻ സമ്മതിക്കത്തുമില്ല. അത്യാവശ്യം ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ പുതിയതായിട്ട്. വലിയ മറ്റേ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. നല്ല ഗ്രില്ലാണ് സാർ. ഇപ്പൊ ഞങ്ങൾ പോയപ്പോ ഗ്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല. സാധാ വേലി, അതും എല്ലാവരും പൊളിഞ്ഞിടക്കായിരുന്നു, തുരുമിച്ച് പൊളിഞ്ഞിടക്കായിരുന്നു. സുഖമായിട്ട് നമുക്ക് ഇറങ്ങി പോവാറുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ പോകണമെന്നുണ്ടായിരുന്നു അതിലൂടെ. അങ്ങനെ ഇനി പോക്ക് കിടക്കല്ലേ. ഇപ്പൊ നല്ല സ്ട്രോങ് ആയി. ഇന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഗുണ കേവി പോയിട്ടുണ്ടായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ ഗുണ കേവിൽ ഒരു 10-30-40 പേര് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇന്ന് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. ഈ സിനിമ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. 500-ൽ പരം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞു. ഈ സിനിമയുടെ ഇമ്പാക്ട് അത്ര ഉണ്ടായിരുന്നു. ഈ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ട് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ. തമിഴ്നാട്ടിലാണ് ഹിറ്റ്. ഇവിടത്തേക്കാളും ഹിറ്റ് അവിടെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ നിങ്ങള് ഈ സിനിമ നിങ്ങളെ കല്യാണം കഴിച്ചില്ലേ? എന്റെ കല്യാണം കഴിഞ്ഞാണ്. സുഭാഷ് കഴിഞ്ഞിട്ടില്ല. എന്താ സുഭാഷ്? ചെറുപ്രായമല്ലേ, പ്രായമായിട്ടില്ല. പാർക്ക് അങ്ങോട്ട് കിട്ടിയില്ലല്ലേ? അപ്പൊ എത്രാമത്തെ വയസ്സിലാണ്? 18ാമത്തെ വയസ്സിലുണ്ടല്ലേ പോയത്? 18ാമത്തെ വയസ്സിൽ പോയ ആള് ഇപ്പൊ അപ്പൊ ഒരു 18 കൊല്ലം. ഇപ്പൊ 18 കൊല്ലമായി. ഇപ്പൊ 36 വയസ്സായി. ഇപ്പൊ യോഗ്യയായ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോ ഒരുപക്ഷെ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നതോടെ ചിലപ്പോ അതിനോടൊരു അവസാനമാവും. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെ. അപേക്ഷകൾ ക്ഷണിക്കുന്നു. വധൂവരന്മാരിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം പണിയാണെന്നുള്ളത് അല്ലേ? ഓക്കെ, അപ്പോ മംഗളം ഭവ നമുക്കതേ പറയാനുള്ളൂ അല്ലേ? ഓക്കെ. സിജു ഫാമിലി ആയിട്ടല്ലേ പോയത് ഈ പടം കാണാൻ പോയത്? ഫാമിലി ഇല്ല, ആദ്യത്തെ ഷോ കാണാൻ പോയത് ഞങ്ങൾ മാത്രമാണ്. അത് എന്തോന്ന് അറിയാന്ന് വിചാരിച്ചു. ഇല്ല, അത് എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ ആ തിയേറ്ററിൽ അത്രയും ആൾക്കാരെ കയറ്റാനുള്ള ഫാമിലി മൊത്തം സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും അതിന്റെ ക്രൂ മൊത്തം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് പോയത്. രണ്ടാമത്തെ ഷോ ഞങ്ങളുടെ ഫാമിലി മൊത്തം അങ്ങനെയാണ് സെറ്റ് ചെയ്തവര്. അപ്പൊ അവര് ഫാമിലിയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അതാണല്ലോ ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് സിജുവിന്റെ ഭാര്യ എന്ത് പറഞ്ഞു? എന്റെ രണ്ടാമത്തെ ഷോ ഫാമിലി ഷോ ആയിരുന്നു. ഒരു കൂട്ടക്കരച്ചിലാർന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് അപ്പോഴും ഞങ്ങളെ പിന്നെ പൊതിഞ്ഞ് രക്ഷയില്ലാണ്ടായി പോയി. ഞങ്ങൾക്ക് ഫുൾ വീഡിയോകളും അത് തന്നെ. പിന്നെ ഫുൾ ക്യാമറ ആയിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടില്. അല്ല, ഈ മാധ്യമ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു, പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ആരെങ്കിലും ചോദിച്ചോ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇതേപോലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചോ ആരെങ്കിലും? അങ്ങനെ ചോദിച്ചില്ല. ചില ചോദ്യങ്ങളൊക്കെ അങ്ങനെ വരും. ഇല്ല. എല്ലാവർക്കും എന്താ പറഞ്ഞ കരച്ചിലാർന്ന്. പിന്നെ സന്തോഷവുമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു സന്തോഷവും, പിന്നെ ഇത്രയും സഹിച്ചല്ല എന്നുള്ള ഒരു ഇതില് പേടിയും. ബന്ധുക്കളൊക്കെ കണ്ടൊരു എല്ലാവരും വിളിച്ചിട്ട് ശരിക്കും പഠിപ്പിച്ച സാറന്മാരെല്ലാം കണ്ടിട്ട് വിളിച്ചോ? എടാ കുരുത്തദോഷി. ഇല്ല, അങ്ങനെ ഒരു വിളി വന്നിട്ടില്ല. ഇല്ലല്ലേ? ഓക്കെ, നീ വരും. ഓക്കെ, മക്കൾ എത്ര? മക്കള് രണ്ടുപേര്. ഏത് പ്രായമൊക്കെ? ഒരു മൂത്താള് ഇപ്പൊ 10 വയസ്സ്, ഇളയാൾക്ക് 5 വയസ്സാണ്. മക്കള് കണ്ട് എന്താ പറഞ്ഞു? സൂപ്പർ സിനിമയാ പപ്പാന്നാണോ വിളിക്കുന്നത്? പപ്പയെന്ന് വിളിക്കുന്നത്. ഒരു മൂത്ത ആൾക്ക് ഭയങ്കര കരച്ച്, അവളൊന്നും ഉറങ്ങിയിട്ടില്ല അന്ന് രാത്രി. ആണോ? എന്താ പറഞ്ഞേ? കെട്ടിപ്പിടിച്ച് കിടക്കലാന്ന്. അവളാ പേടിച്ചു. ഇത്രയും ഒരു ഇതിലോട്ട് ഇറങ്ങി എന്നുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ, പിന്നെ ആ സിനിമയിലെ സീനൊക്കെ എല്ലാം കണ്ടു പേടിച്ചു പോയാ. ഇളയാൾക്ക് അതിനുള്ള ഇതായിട്ടില്ല. സുഭാഷ് ഉറങ്ങാതെ കിടന്നു സിനിമ കണ്ടിട്ട്. കാര്യം ഇതിൽ എനിക്കൊന്ന് ഏറ്റവും ഉറക്കം വരാതിരിക്കാൻ സാധ്യതയുള്ളത്, ചിലപ്പം കിടന്നുറങ്ങാൻ സാധ്യതയുള്ളത് സിജു, ഉറങ്ങാതിരിക്കാൻ സുഭാഷിന് സാധ്യത. അങ്ങനെയില്ലല്ലേ? വർഷങ്ങളായല്ലോ. എന്നാലും തിയേറ്ററിൽ ഇരുന്നപ്പോ സങ്കടമൊക്കെ വന്നായിരുന്നു. നമ്മുടെ കഥയിലെ ഈ പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്ത കഥയെ നമ്മൾ പോയി കണ്ടിട്ട് തന്നെ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു. പിന്നെ രാത്രി ഉറക്കം അറിയാനുള്ള അത്ര മറ്റേത് നമ്മൾ അതിനെ മറന്നതാണ്. ആണല്ലേ? അല്ല, എന്നാലും നമ്മളെ എന്താ പറയാ, നമുക്ക് ഈ പല സീനും ഓർമ്മ വരുന്നത് അന്ന് നമ്മൾ അനുഭവിച്ച ആ ട്രോമയുണ്ടല്ലോ, ആ വിഷമവും ആ വൈതരണിയൊക്കെ നമ്മൾ അനുഭവിച്ചെല്ലാം പെട്ടെന്ന് ഓർമ്മിക്കാൻ ചില സീൻ. അപ്പൊ ഒരു ക്യാമറമാന്റെ വൈഫും ഒക്കെ അതിനകത്തുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ശരിക്കും ആ സംഭവം നടന്നിട്ട് ഒരു 5-6 മാസം സുഭാഷ് ഉറപ്പുണ്ടായില്ല. അതൊരു ചീത്ത ഓർമ്മകളല്ലേ, അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് എടുക്കണ്ട. കളഞ്ഞേക്കാം, ഒരു നെഗറ്റീവ് എനർജി കളഞ്ഞേക്കാം, പോസിറ്റീവ് മാത്രം. ഇനിയിപ്പോ അതിനെ പോസിറ്റീവായിട്ട് കാണുക. കാര്യം എന്താ പറയാ, ഇപ്പൊ നിങ്ങളുടെ സൗഹൃദത്തിന്റെ ഒരു ചോര മണക്കുന്ന ഒരു ചാപ്റ്റർ അത്. അപ്പോൾ കാരണം ഇങ്ങനൊരു സുഹൃത്ത്, ഇങ്ങനൊരു സൗഹൃദ സംഘം ടൂറ് പോകുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങളെ വലയം ചേരിക്കുന്ന ആ പ്രഭയുണ്ടല്ലോ, അതിനകത്തൊരു രക്തക്കറയുണ്ട്. അപ്പോൾ ആ സൗഹൃദത്തിന് അത്രയും ഒരു രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്
ഇങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ലോക ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. ആ സാഹസികതയെക്കാളും ഞാൻ കാണുന്നത് ഈ സൗഹൃദത്തിൻ്റെ ഒരു കരുത്താണ്. അതിലൊരു ആളുടെ ആവേശം കൊള്ളും. നമ്മുടെ ക്ലാസ്മേറ്റ് സിനിമ ഇറങ്ങിയിട്ട് ആൾക്കാർ കുറേ കാലം ക്ലാസ്മേറ്റ്സിനെ അന്വേഷിച്ച് നടന്നില്ലേ, അതുപോലെ ആയിരിക്കും. കാര്യം നമ്മുടെ നാട്ടിൽ ഈ ഇല്ലാതെ വരുന്ന ഇതാണ് കാര്യം. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴേ എൻ്റെ തടിയിലടിച്ച് ഞാൻ രക്ഷപ്പെടും. മാത്രമല്ല നമ്മൾ കോവിഡ് അടിച്ച സമയത്ത് കോവിഡിന് ചികിത്സ നടത്തിയിട്ട് തിരിച്ചു വന്ന നഴ്സിനെ ഫ്ലാറ്റിൽ കയറ്റിയിട്ടില്ല നമ്മൾ. കാര്യം അവൾ അതിൻ്റെ വാഹകയാണെന്ന് പറഞ്ഞിട്ട് എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല പ്രളയം വന്നപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ കാണിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് നിങ്ങളുടെ 12 പേരുടെ ഒരു ശക്തി അത് എന്തെങ്കിലും ഉദ്ദേശശുദ്ധിയോടുകൂടി സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോഴാണ് ആ പ്രശ്നം വന്നത്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഇതൊക്കെ സൗഹൃദങ്ങൾ തന്നെ ഉണ്ടാവുന്നതാണ്. തന്നെ ഉണ്ടാവുന്ന അല്ലെ ഒറിജിനൽ. നിങ്ങൾ അടി വെച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതുണ്ടാവാറുണ്ട്. സൗഹൃദത്തിലുള്ള ഒരു ഇതാണ്. പക്ഷെ ഒരു ദിവസത്തിനപ്പുറം കടത്തൂല. ദിവസം ആരാണോ തെറ്റിയത് പോയിട്ട് ക്ഷമ പറയും, അതവിടെ വെച്ച് തീരും. അങ്ങനെയാണ് അതിന്റെ കാര്യം. നിങ്ങൾ ഈ ചില ആഘോഷങ്ങളൊക്കെ വരുമ്പം ക്രിസ്മസ് അതുപോലെ ഓണം ഇങ്ങനെയൊക്കെ വരുമ്പോ തീർത്ത് ആഘോഷിക്കുമോ? ആഘോഷിക്കാറുണ്ട്. അല്ലെ നിങ്ങൾ പല ആൾക്കാരും കല്യാണം കഴിച്ചു കാണുമല്ലോ. അപ്പൊ മൂന്നാമതൊരാൾ ഇതിനകത്ത് കയറുകയാണ്, നിങ്ങൾ രണ്ടുപേരല്ല മൂന്നാമതൊരാൾ കയറുമ്പോഴൊക്കെ ഈ സൗഹൃദത്തിന് ഉടവ് തട്ടിയിട്ടുണ്ടോ? ഇല്ല, സൗഹൃദത്തിന് ഇതുവരെയായിട്ടും അങ്ങനെ ഇത് വന്നിട്ടില്ല. കൂട്ടുകാരോട് കൂടുന്നതിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുകളില്ല. പിന്നെ കുറച്ച് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. കാരണം അവരും നോക്കണമല്ലോ, സൗഹൃദം മാത്രം വന്നിട്ടില്ല. നമ്മളെ വിശ്വസിച്ചാണല്ലോ അവര് നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ കുഴിയിലേക്ക് അവർ വീണിരിക്കുന്നതാണ്. അപ്പൊ നമ്മളും അവരെ കെയർ ചെയ്യണമല്ലോ. ഇനിയിപ്പോ ചിലപ്പോ നിങ്ങൾക്കൊരു ബുക്കിംഗ് ഓഫീസ് തുറക്കാം. കൊടൈക്കനാൽ കാണാൻ പോകുന്നവർ സന്ദർശിക്കുക മഞ്ഞുമൽ ബോയ്സ്. അതിന് സാധ്യതയുണ്ട്. കാര്യം കൊടൈക്കനാലിൽ പോയി ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയവരാരും മഞ്ഞുമൽ എന്നല്ല കേരളത്തിൽ തന്നെ അല്ലല്ലോ. ഗുണാക്കേവ് ഗൈഡ് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വയസ്സുകാലത്തൊക്കെ പിള്ളേരോടൊക്കെ പറഞ്ഞാ ഗുണാക്കേവിൽ പണ്ട് പോയിരുന്നടാ ഞാൻ. ഗുണാക്കേവിലേക്ക് സിനിമ കണ്ടിട്ട് ആരെങ്കിലും അതിക്രമിച്ച് കിടക്കണ്ടെങ്കിൽ ഒരു അറിയിപ്പുണ്ട്. ഞാൻ വീണ ഗുഹയൊക്കെ അവരൊരു ഗ്രില്ലിട്ട് മൂടിയായിരുന്നു. ഗ്രില്ലിട്ട് മൂടിക്കഴിഞ്ഞ സംഭവത്തിന് ശേഷമാണ് ഗ്രില്ലിട്ട് മൂടിയായിരുന്നു. അതിനുശേഷം ഈ മഴവെള്ളത്തില് ഈ മണ്ണും ചെളിയും കല്ലൊക്കെ അടിഞ്ഞു വന്ന് ഈ ഗ്രില്ല് മൂടിപ്പോയി. ഇത്രയും വർഷങ്ങളായില്ലേ ഈ ഗ്രില്ലൊക്കെ പിന്നെ ഇപ്പൊ തുരുമ്പിച്ച് കാണും. അപ്പൊ ഇതിന്റെ അകത്ത് നടക്കുന്ന വഴി ഏതാണ്, ഈ ഗ്രില്ലിട്ട കുഴി ഏതാണ് ചതിക്കുഴിയാണ്. ഒരു മെസ്സേജ് ആയിട്ട് ഇതിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഗുണ കേവിലേക്ക് പോകരുത്. ഗുണ കേവിൽ മരണം പതുങ്ങി നടക്കുന്നുണ്ട് അല്ലേ? അതേ നമുക്ക് പറയാനുള്ളൂ. മരണം ഏത് സമയത്ത് ഗുഹയിൽ നിന്ന് എടുത്ത് പുറത്തിയാടും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ബി കെയർഫുൾ, അറ്റംപ്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ മത്സരത്തിലേക്ക് നമ്മൾ കിടക്കാണ്. കുട്ടേട്ടാ, നെക്സ്റ്റ് ലെവൽ 2. ഇനി നമുക്ക് 70,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. 70,000 ക്വസ്റ്റ്യൻ. 1945 അണുബോംബ് ആക്രമണത്തിന് ശേഷം നഗരത്തിൽ പുഷ്പിച്ച ആദ്യത്തെ പൂവായതുകൊണ്ട് ഹിരോഷിമ നഗരം ഔദ്യോഗിക പുഷ്പമായി തെരഞ്ഞെടുത്തത് ഏത് പൂവിനെയാണ്? ഓപ്ഷൻ എ സൂര്യകാന്തി, ഓപ്ഷൻ ബി അരളി, ഓപ്ഷൻ സി ജമന്തി, ഓപ്ഷൻ ഡി ചെറി ബ്ലോസം. ഹിരോഷിമയിലാണ് സംഭവം, ഇവിടെയല്ല, ജപ്പാനിലാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് ഇനി 2 പിടിവിളിയുണ്ട്. ഒന്ന് കുട്ടേട്ടനെ, ഒന്ന് ഇവരുടെ ഉണ്ട്. ഇവരോട് ചോദിക്കാം അല്ലേ? അപ്പൊ ചോദ്യം മനസ്സിലായോ നിങ്ങൾക്ക്? നാലാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ ഡി ചെറി ബ്ലോസം. അതാണോ? പൂട്ടാമോ? നിങ്ങൾ എടുക്കുന്നുണ്ടോ അത്? കൂട്ടുകാർ ഒന്നുമില്ലെങ്കിൽ നമ്മൾ സഹിക്കും. പക്ഷെ സുഹൃത്തുക്കള് പറഞ്ഞത് തെറ്റാണെങ്കിൽ എടുക്കാൻ പറ്റൂ? എടുക്കാൻ പറ്റൂല. തെറ്റാണെങ്കിൽ എടുക്കാൻ പറ്റൂല. ഓപ്ഷൻ ബി അരളി. അരളി. ഓക്കെ, പൂട്ടാമോ? എനിക്ക് അരളി പൂട്ടാമോ? അരളി കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? ഓപ്ഷൻ ബി അരളി ഞാൻ ലോക്ക് ചെയ്യുന്നു. 70,000 രൂപയുടെ ചോദ്യമായിരുന്നു. അന്ന് നമ്മളാ കുഴിയിലേക്ക് വീണപ്പോഴേ നല്ല മഴ പെയ്തില്ലേ? ചിലപ്പോ ഉത്തരം ഇതിലൊരു മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ ബി അരളി. മഴ പെയ്യട്ടെ, ഉത്തരം ശരി. ചേട്ടന്മാര് പെട്ടുപോയനെ. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ വലിയ താരങ്ങളാണ്. ഇപ്പൊ എങ്ങോട്ടിറങ്ങിയാലും ആൾക്കാർ തിരിച്ചറിയും നിങ്ങളുടെ സംഭവങ്ങൾ. തമിഴ്നാട്ട് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിലപ്പം അവിടെ ലാത്തിചാർജ് ചെയ്യേണ്ട രീതിയിൽ പ്രേക്ഷകർ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷയാണോ? കാര്യം മരണത്തിൽ നിന്ന് സുഹൃത്തിനെ വലിച്ചു കയറ്റുന്ന ഒരു നിമിഷം,
അത് ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ നിമിഷം തന്നെയാണ് അഫ്കോഴ്സ്. പക്ഷേ നമ്മളൊരു മരണത്തോടും ജീവിതത്തോടും നടത്തിയ ഒരു ഏറ്റുമുട്ടലാണല്ലോ. അപ്പം അതൊക്കെ ഇന്ന് പിൽക്കാലത്ത് ജനങ്ങൾ പാടിക്കൊണ്ടുണ്ടാക്കുന്ന ഒരു കഥയായി മാറും. ഇതൊക്കെ എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഈ സംഭവത്തിന് ശേഷം ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ആരുടെ പറയാണ്ട് വെച്ചിരുന്നത്. അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ എല്ലാവരും പറയേണ്ടതാണ് ഞങ്ങൾ. ഇത് ആരും അറിയക്കരുതെന്ന് പറഞ്ഞ് ഒളിച്ചു വെച്ചേക്കരുത്. ഞങ്ങൾ സത്യം ചെയ്യിപ്പിച്ചു എല്ലാവരും കൂടി. ഒന്ന് ആരായി സത്യം ചെയ്യിച്ചത് ശരിക്കും? അത് ഞങ്ങൾ എല്ലാവരും കൂടി ഉള്ള ഒരു തീരുമാനമായിരുന്നു. കൂട്ടായ തീരുമാനമായിരുന്നു. ഇത് ആരും പറയരുത്. കാരണം ഇപ്പൊ ഞങ്ങൾ മാത്രമുള്ള സുഹൃത്തുക്കൾ, ഞങ്ങൾ പറഞ്ഞില്ലേ ഒരുപാട് 40 പേരുള്ളതുകൊണ്ട് ഞങ്ങൾ. അപ്പൊ അവരുടെ കൂട്ടത്തിൽ പോലും പറയരുതെന്ന് പറഞ്ഞാൽ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എപ്പോഴും കൂടുമ്പോ അറിയാതെ ആരെങ്കിലും വായിന്ന് വീണു പോകാം. അപ്പൊ അങ്ങനെ ആരുടെ അടുത്തും പറയരുതെന്നുള്ള അങ്ങനെ ഒരു വാശി. നിങ്ങൾ ടൂർ പോകാൻ ഇനി വീട്ടുകാർ തടയും അങ്ങനെയുള്ള പേടിയെന്നാണോ നിങ്ങള്? അത് പേടി മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞാണ് സാറേ, ഇവന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളു. അപ്പൊ അമ്മക്ക് സുഭാഷിന്റെ അച്ഛൻ മരിച്ചത് സൂയിസൈഡ് ചെയ്താണ്. ആണോ? എത്രാമത്തെ വയസ്സിലെ? എന്റെ അനിയന് 18 ദിവസം. നിങ്ങൾ 2 മക്കളല്ലേ? അനിയന് 18 ദിവസം, എനിക്ക് 5-5.5 വയസ്സ്. അയ്യോ, അത്രയും ചെറിയ പ്രായത്തിലെ എന്തായിരുന്നു അച്ഛൻ അങ്ങനെ ഒരു പിൻകാലത്ത് അമ്മ പറഞ്ഞ എന്തായിരുന്നു? അറിയില്ല. ഓക്കെ. എനിക്കൊന്ന് അത് സുഭാഷിന്റെ ലൈഫിനെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ടോ? അതാണോ സുഭാഷ് കല്യാണമൊക്കെ കഴിക്കാതെ ഇങ്ങനെ നടക്കണം എന്നൊക്കെ തോന്നുന്നു? ചിന്തകളെ ബോൾഡ് ആക്കിയിട്ടുണ്ടാവും. ജീവിതത്തെ കുറച്ചുകൂടെ പരുഷമായി നേരിടാൻ എല്ലാത്തിനെയും പോസിറ്റീവായിട്ടായി. അതുകൊണ്ട് നമുക്ക് ചെറുപ്പം തൊട്ട് ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യണം, പല പല സന്ദർഭങ്ങളെ ഫേസ് ചെയ്യണം. അതിനൊക്കെ നമ്മള് വിൽ പവർ കൂട്ടി കാര്യങ്ങൾ കൂട്ടിയിട്ടുണ്ടാവും. അനിയനിപ്പോ എന്താ ചെയ്യുന്നത്? അനിയൻ പ്ലംബിംഗ് കോൺട്രാക്ടറാണ്. സുഭാഷ് എന്താ ചെയ്യുന്ന പറഞ്ഞേ? എനിക്ക് ഹാൻഡ് റെയിൽ ഇൻഡസ്ട്രിയിൽ ഹാൻഡ് റെയിൽ. അല്ല, സുഭാഷ് ഒരു രീതിയിൽ ഭാഗ്യവാനാ. കാര്യം ഈ മഞ്ഞുമല്ല ഇത്രയും കരുത്തരായ ആളുകൾ കൂടെ ഉണ്ടല്ലോ. അപ്പൊ നമുക്കിപ്പോ അച്ഛനില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അനാഥത്വമൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അല്ല, ഞാൻ ഒരു സാധ്യതയുണ്ട്. കാരണം വീട്ടിലിപ്പം അമ്മ എൻഗേജ്ഡ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഇടത്തോട്ടും വലത്തോട്ടും നീ ഇഷ്ടം പോലെ ആൾക്കാരല്ലേ? മഞ്ഞുമൽ ബോയ്സ് മൊത്തം പിന്നാലെ ഉണ്ടല്ലോ. മഞ്ഞുമൽ ബോയ്സ് ഒറിജിനൽ അതൊക്കെ ഉണ്ട്. അത് എല്ലാവരും ഉണ്ട്. ആരും ഒറ്റപ്പെടല് അങ്ങനെയൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഈ മഞ്ഞുമൽ സിനിമയിലേക്ക് നമ്മളൊന്ന് വന്നാലേ, ഈ സിനിമ നിർമ്മിക്കണം അല്ലെങ്കിൽ സംവിധായകനല്ലേ ആദ്യം അല്ലേ? ചിദംബരമാണ്. ചിദംബരം വന്ന് നിങ്ങളുടെ കൂടെ താമസിച്ചിരുന്നോ? താമസിക്കല്ല, പുള്ളി വന്ന് ഇടക്ക് വരും, ഞങ്ങളായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയും, ഞങ്ങളുടെ കഥ കേൾക്കും. ചിദംബരം നോട്ട് ചെയ്തോണ്ട് പോവോ അതോ റെക്കോർഡ് ചെയ്തോണ്ട് പോവോ? ചിതു ആദ്യം വരുമ്പോ ചിതു ഡയറക്ട് ചെയ്ത ജാനമൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആയിട്ടുണ്ടായില്ല. നമുക്ക് ചിതുവിനെ ആകപ്പാടി അറിയാവുന്ന ഗണപതിയുടെ ചേട്ടൻ എന്നുള്ള രീതിയിലാണ്. ഗണപതിയുടെ ചേട്ടനാണ്. ഗണപതിയുടെ ചേട്ടൻ എന്നുള്ള രീതിയിലാണ് ചിതുവിനെ ആകപ്പാടി അറിയാവുന്നത്. ഇതിനു മുമ്പ് 3 പേര് വന്നിട്ടും നടന്നിട്ടില്ല. അപ്പൊ ചിതുവിനെ നമ്മൾ ആദ്യം കണ്ടപ്പോ ചെറിയൊരു പയ്യൻ, ഇത് നടക്കൂല എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പിന്നെ അതിനുശേഷമാണ് ജാനമൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആകുന്നതും. അപ്പൊ നമുക്കൊരു സംഭവം, ആ സിനിമ ഹിറ്റ് ആയിരുന്നു, സൂപ്പർ ഹിറ്റ് ആയിരുന്നു അത്. അതിനുശേഷം പിന്നെ വീണ്ടും വരുന്നു കാര്യങ്ങൾ. ഇപ്പൊ ഇവരെല്ലാവരും വരുന്നു, എല്ലാ വരവിലും ഗണപതി കൂടെ ഉണ്ടാവും. ഗണപതി അപ്പൊ ആദ്യം തൊട്ട് ഇവിടെ വരും, നമ്മുടെ ഒപ്പം കാര്യങ്ങൾ പഠിക്കും. അതിനുശേഷം ഓരോരോ ആക്ടേഴ്സ് നമ്മുടെ അടുത്ത് വരാൻ തുടങ്ങി. അവര് നമ്മളുടെ ബിഹേവിയർ എന്താണോ, നമ്മുടെ ഇപ്പൊ എന്താണോ നമ്മൾ പെരുമാറുന്നത്, അതാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറഞ്ഞു. അവര് നമ്മളെ ശരിക്കും പഠിച്ചു. അല്ല, ഇത് നിങ്ങൾ സിനിമ കണ്ടപ്പോ നിങ്ങളുടെ അതേ എക്സ്പ്രഷൻസ് ഒക്കെയാണോ അവര്? പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ തന്നെ നമ്മുടെ വീട്ടുകാര് ഒക്കെ പറഞ്ഞത്. ഞങ്ങള് നടന്മാരെ എല്ലാ സ്ക്രീനിൽ കണ്ടത് നിങ്ങളെ തന്നെയാണ് കണ്ടതെന്ന് പറഞ്ഞത്. അതാണ് ഈ സിനിമയിൽ എടുത്ത കണ്ട പ്രേക്ഷകർക്ക് അറിയാം. ഇതിന്റെ അകത്ത് 11 പേരും 11 സ്വഭാവക്കാരാ. എല്ലാ സിനിമയിലും അവർ ഒരേപോലെ അഭിനയിച്ചാൽ അത് ശരിയാവൂല എന്ന് അവർക്ക് തന്നെ ഒരു കൂട്ടായ ഒരു ബോധ്യം വന്നിട്ടായിരിക്കാം നമ്മുടെ ഒപ്പം വന്നു, ഓരോ കാര്യങ്ങൾ ഇടപഴകുന്നു, ഓരോ ഫംഗ്ഷൻ വരുന്നു, നമ്മളൊപ്പം നിൽക്കുന്നു. നമ്മുടെ ഓരോരോ ക്യാരക്ടർ ആരൊക്കെയാണോ അവരവര് കണ്ടുപിടിച്ച്. ഏത് നടനാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും സിമിലർ ആയത്? അതായത് നിങ്ങളുടെ ഒരു സ്വഭാവമായിട്ട് ഒരുപാട് താതാത്മ്യം പ്രാപിച്ച ആരാണ്? അത് രണ്ടുപേരുണ്ട്. അവര് രണ്ടുപേരും അല്ല, എല്ലാവരും എടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ലോണം എടുത്തിട്ടുണ്ട്. എന്നാലും എടുത്തു പറയേണ്ടത് ബാലു വർഗീസ്, പിന്നെ ചന്തു ചെയ്തിട്ടുണ്ട്, പിന്നെ എല്ലാവരും അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ജീൻ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും. അവരുടെ സംഭാഷണം എങ്ങനെയാ നിങ്ങളുടെ പോലൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട് അവര്? അവരതുകൊണ്ടല്ലേ നടന്മാരായത്. അത് ചെയ്യാനുള്ള ക്യാച്ച് ചെയ്യാനുള്ള പവർ അവർ നല്ലോണം ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. അവർ ഒബ്സർവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അവർ ഇതിനു വേണ്ടി അത്ര ബുദ്ധിമുട്ടുണ്ട്. ഒരു 3 ബാലു വർഗീസ് അല്ലേ അത്? അപ്പൊ താങ്കളുടെ ശബ്ദം എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയെ കണ്ടപ്പോ? വിളിയൊക്കെ അതേപോലെ തന്നെ തോന്നി, അതേപോലെ ഫീലിംഗ് തോന്നി. അവര് വിളിപ്പിച്ച് നോക്കിയായിരുന്നോ താങ്കൾ വിളിച്ചത്? വിളിപ്പിച്ചു നോക്കിയില്ല. അവര് എന്റെ അടുത്ത് ഇടയ്ക്ക് ഒന്ന് സംസാരിക്കും, എങ്ങനെയാണ് സംസാരിക്കണത്, ഇച്ചിരി ശബ്ദത്തിലാണ്. അപ്പൊ അവരത് ടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റെക്കോർഡ് ചെയ്തു. ഞാനാണ് ഇവനെ വിളിച്ച് രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ അവര് അറിയാം അപ്പൊ നമ്മ ഏത് ലെവലിലാണ് സംസാരിക്കണത്. അതേപോലെ തന്നെ പുള്ളി ഇതില് എല്ലാത്തിലും സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓക്കെയാണ്. നമ്മളെ പോലെ തന്നെയാണ് പുള്ളി ഇതില്. ഓക്കെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഫുൾ സാറ്റിസ്ഫൈഡ് അല്ലേ? അവര് സിനിമ കഴിഞ്ഞപ്പോ നമ്മളോട് ഒരു ഒറ്റ കാര്യം ചോദിച്ചു, സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ചോദിച്ചു സിനിമയിലെ അണിയറ പ്രവർത്തകർ എല്ലാവരും, ഡയറക്ടർ ഉൾപ്പെടെ എല്ലാവരും, സൗബിക എല്ലാവരും നമ്മളോട് ചോദിച്ചു നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങൾ ഹാപ്പിയാണെന്ന് ചോദിച്ചത്. അത്രേ ഞങ്ങളോട് ചോദിച്ചുള്ളൂ. ഒന്നും ചോദിച്ചില്ല അവര്. ആ സിനിമ കഴിഞ്ഞ ഫസ്റ്റ് ഷോ കഴിഞ്ഞ അന്ന് അവര് നമ്മളോട് ചോദിച്ചത് നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായോ എന്ന് മാത്രം ചോദിച്ചോളൂ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ 95% അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്ക് വേണ്ടി ഒരു 5 അതിനുവേണ്ടി അത്ര കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് എന്നല്ലാതെ ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ ഓർമ്മയിലുള്ള ഒരു സിനിമയ്ക്ക് ഒരു റിയൽ സ്റ്റോറിക്ക് ഇത്രയും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും അവർക്ക് സിനിമയുടെ വിജയത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ കയറ്റാറുണ്ട്, അല്ലാണ്ട് ഒരുപാട് കയറ്റാറുണ്ട്. പക്ഷെ അവര് അതൊന്നും ചെയ്തിട്ടില്ല. ആ റിയൽ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ സിനിമയുടെ ലൈഫ്. കാരണം എക്സ്ട്രാ ഒരു സൂപ്പർ ഹീറോ എലമെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സിനിമ മൊത്തം ചാടുന്നു, പറന്ന് മേലോട്ട് കയറുന്നു, അവര് സത്യത്തിൽ നമ്മളോട് നീതി പുലർത്തി എന്ന് ഞാൻ അന്നും പറയുന്നു, ഇന്നും പറയുന്നു, എപ്പോഴും പറയുന്നു. ഞാനെന്നല്ല എല്ലാവരും. അപ്പൊ നമുക്കിനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. 80,000 ക്വസ്റ്റ്യൻ പ്ലീസ്. മൈക്കലാഞ്ചലോയുടെ ചുവർചിത്രങ്ങൾക്ക് പേരുകേട്ട ലോക പ്രശസ്തമായ സിസ്റ്റിൻ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ വത്തിക്കാൻ സിറ്റി, ഓപ്ഷൻ ബി ഇറ്റലി, ഓപ്ഷൻ സി സാൻ മാരിനോ, ഓപ്ഷൻ ഡി മൊണാക്കോ. ചോദ്യം നന്നായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പിടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. കിട്ടിയോ? ഓപ്ഷൻ എ വത്തിക്കാൻ സിറ്റി. ഓപ്ഷൻ എ വത്തിക്കാൻ സിറ്റി. കൂട്ടാമോ? എനിക്ക് കൂട്ടാമോ? ഓപ്ഷൻ എ വത്തിക്കാൻ സിറ്റി. യു ആർ റൈറ്റ്. അപ്പൊ 80,000 രൂപ കിട്ടിയിരിക്കുന്നു. എനിക്കൊന്ന് സുഭാഷ് സിനിമയിൽ അഭിനയിക്കാനൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു അല്ലേ? അതുപോലെ എഴുതാനും സംവിധാനം ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആളാണ്. എഴുതാൻ താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങൾ നേരിടുന്ന ജീവിതത്തിലെ ചില വൈതരണികളുണ്ടല്ലോ, അത് എപ്പോഴെങ്കിലും സിനിമയാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനിയിപ്പോ ഒരു സാധനം പോയി, അത് പോട്ടെ. അതിതീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. അത് കാരണം നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ അതുപോലെ ഒരു സംഭവങ്ങളെ ഒരു ഇതായിട്ട് നമുക്ക് വേറെ ആംഗിളിൽ കാണാൻ പറ്റും. അല്ല, താങ്കളിൽ നിന്ന് ചില എഴുത്തുകൾ പ്രതീക്ഷിക്കാമോ? സിനിമയിലേക്കുള്ള എഴുത്ത്? അങ്ങനെയൊന്നുമില്ല. നമുക്ക് തോന്നുന്നു നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ എഴുതും. അല്ല, ഇതിനു മുമ്പ് എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മളുടെ മൊത്തം ക്രിയേറ്റിവിറ്റി മനസ്സിലാണ്. അത് ഇനി പകർത്താൻ മാത്രമേ ഉള്ളൂ. അതോ? ഓക്കെ. അത് ഇപ്പൊ പകർത്താൻ നിങ്ങളെയൊക്കെ സഹായം കാണൂലല്ലേ? തീർച്ചയായിട്ടും. മലയും പൂരും തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ സിജു ഡേവിഡ്, അപ്പൊ നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് 1,00,000 രൂപയുടെ ചോദ്യമാണ്. അത് അടുത്ത ലെവൽ. കുട്ടേട്ടാ, നെക്സ്റ്റ് ലെവൽ. Level 3. അന്നത്തെ ഒരു ട്രോമ ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ സുഭാഷ് അനുഭവിച്ച ഒരു വേദന, ഇത് ഈ ഒരു സിറ്റുവേഷൻ മനസ്സിൽ നിന്ന് പോകാൻ എന്തെങ്കിലും കൗൺസിലിങ്ങോ ചികിത്സയോ അങ്ങനെ എന്തെങ്കിലും നടത്തേണ്ടി വന്നോ? ഇതിനെ പറയുന്ന പേരാണ് ട്രോമയെന്ന് എനിക്ക് ഇന്ന് ആരാണ്ടൊക്കെ മനസ്സിലായല്ലേ? ഈ സിനിമ കഴിഞ്ഞപ്പോ ആരോ ചോദിച്ചപ്പോഴും മനസ്സിലായത്. ട്രോമ എന്നൊരു സംഭവം ഒരു അസുഖമാണ്, രോഗമാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമ്മ അത് അന്നത്തെ പേടി കൊണ്ട് ഞെട്ടി സമ്മർദ്ദം എന്ന് ആലോചിച്ചാൽ മതി. അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഇത് പിന്നെ ഇന്ന് വരുന്ന ട്രോമയെന്നൊക്കെ പറയുമ്പോ ട്രോമേ ജീവനോടെ കരകയറാതുള്ളതല്ലേ? ഓക്കെ. അല്ല, എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തേണ്ടി വന്നോ? നമുക്ക് കിടന്ന ഉറക്കം വരുന്നത് സിജു ഡേവിഡ് തന്നെ പറഞ്ഞു, കിടന്നിട്ട് ഉറക്കം വരാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ കൗൺസിലിംഗിന്റെ ഒന്നും ആവശ്യമില്ല. അത് വൈകുന്നേരങ്ങളിൽ സംസാരിക്കും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ജീവിക്കുന്നവർക്കാണ് ഇതൊക്കെ ആവശ്യം. ആണോ? ഒരു സുഹൃത്തിന്റെ വില ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താങ്കൾക്ക് മാത്രമല്ല ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ബോധ്യപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത്. കാര്യം തൻ്റെ ജീവനേക്കാളും വില തൻ്റെ സുഹൃത്തിനാണ് എന്നൊരു സുഹൃത്ത് കണ്ടെത്തുന്ന അപൂർവമായ സൗഹൃദത്തിന്റെ വില സുഭാഷിന്റെ വായിൽ നിന്ന് കേൾക്കാനാണ് ഇഷ്ടം. ആ നാവിൽ നിന്ന് പറയുമ്പോൾ ആരാണ് ഒരു സുഹൃത്ത്? സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, തന്നെ ഉണ്ടാവുന്നതല്ലേ. ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല. നമ്മുടെ പ്രവൃത്തികളും നമ്മളുടെ നിങ്ങള് പരിചയമായിട്ട് എത്ര കാലമായി കാണും? ഒന്നിച്ച് പഠിച്ചാണോ നിങ്ങള്? ഇല്ല, ഒന്നും പഠിച്ചിട്ടില്ല. എന്നേലും 3 വയസ്സിന് മൂത്താണ് കുട്ടേട്ടൻ. ആണോ? ഓക്കെ. അത് പറഞ്ഞു എന്തായാലും അത് പുറത്ത് പറയാറുണ്ടോ?
കുട്ടേട്ടനെ കണ്ട പ്രായം തോന്നൂല്ല എനിക്ക്. അതെ, അതെ. ഇങ്ങനെ ഓർത്ത് അനിയനാണെന്ന് തോന്നുന്നു. Okay. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയാലും കുട്ടേട്ടനെ രക്ഷപ്പെടുത്തിയത് ഞാനാണെന്ന് ആൾക്കാർ ഇതുവരെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരെ വിചാരിച്ചിരുന്നു. ആണല്ലേ, ഈ സിനിമ ഇറങ്ങിയത് പ്രശ്നമായത് ഇപ്പൊ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 1,100,000 rupees. മോണിറ്റർ പ്ലീസ്. ഏത് അണക്കെട്ടിനോട് ചേർന്നാണ് മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കൃഷ്ണരാജ സാഗർ, ഓപ്ഷൻ ബി ഹേമവതി, ഓപ്ഷൻ സി അമരാവതി, ഓപ്ഷൻ ഡി ബാണാസുര സാഗർ. മൈസൂർക്ക് ടൂർ പോയിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. മൈസൂർ ടൂർ പോയിട്ടുണ്ട്. ആ, പോകാത്ത സംസ്ഥാനം ഏതാ ഇപ്പോ? പോകാത്ത തമിഴ്നാടും കർണാടകയും മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ കേരളവും വേറെ പുറത്ത് ഗോവ പോയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. കാരണം വർക്ക് കുറെ നാൾ ഗോവയിലാണ്. ടൂറായിട്ട് പോയതല്ല, ജോലിക്കായിട്ട് പോയതാണ്. ജോലിക്കായിട്ട് പോയതാണ്. ഓക്കെ, 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ. കർണാടകയിലും ഒരിക്കലും അമരാവതി വരാൻ വഴിയില്ല. ഓപ്ഷൻ എ. ഓപ്ഷൻ എ കൃഷ്ണരാജ സാഗർ. ലോക്കേട്ടോ? പൂട്ടോ? കൂട്ടിക്കോ. സുഭാഷ് പൂട്ടോ? പൂട്ടിക്കോ. ഓപ്ഷൻ എ ഉത്തരം ശരിയാണ്. അപ്പൊ 1 ലക്ഷം രൂപ കിട്ടി. ഫ്ലവേഴ്സിന്റെ ചെയർമാൻ ഗോകുലം ഗോപാലേട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോ നമുക്ക് അതൊരു സന്തോഷമാണ്. ഗോകുലമാണ് ഇത് പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. മാത്രമല്ല തമിഴ്നാട്ടിലൊക്കെ വലിയ പ്രസൻസ് ഉള്ള സ്ഥാപനമാണ് ഗോകുലം എന്ന് പറയും. അപ്പൊ അവിടെയൊക്കെ ഗോകുലത്തിന്റെ പേരും അതിന്റെ കൂടെ അലയടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊരു സത്യം. പിന്നെ ഗോപാലേട്ടൻ എവിടെ കൈവച്ചാലും ഇതാണ് കഥ. വിജയമാണ്. ഒരുപാട് വിജയങ്ങൾ സ്വന്തമായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കാണ്, കഠിനാധ്വാനം. അദ്ദേഹമാണ് ഈ സിനിമയ്ക്ക് ഇത്രയധികം മറ്റേ റേഞ്ച് ഈ സിനിമ ഒരു ചെറിയ ലെവലിൽ പോകാതിരുന്നാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. അത്രയധികം എപ്പോഴും അങ്ങനെ ഒരു വലിപ്പത്തിലാണ് പരസ്യം വന്നത് തന്നെ. ഗോകുലം എടുത്തപ്പോ തന്നെ സിനിമയുടെ റേഞ്ച് മാറി. അങ്ങനെ ഗോകുലം മൂവീസ് അങ്ങനെ ഒരിക്കലും ചെറിയ സിനിമകൾ എടുക്കാറില്ലല്ലോ. അതൊരു സംഭവമാണ്. ആൾക്കാരിൽ ആ ഒരു സംഭവം തന്നെ എത്തി അല്ലേ. കുട്ടേട്ട എന്താ പറയാൻ വന്നു കേട്ടോ അതിന്റെ ഇടയ്ക്ക്? കുട്ടേട്ടാ, ഓണത്തിനിടെ പുട്ടുവച്ചോടാണോ? അതെ ബോസ്. പറയൂ. സിജു ആൻഡ് സുഭാഷ്, നിങ്ങൾ വേളാങ്കണ്ണിയിലേക്ക് പണ്ടൊരിക്കൽ ഒരു യാത്ര പോയിരുന്നു. എന്നിട്ട് ഒരു സംഭവം ഉണ്ടായി എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചു. എന്തായിരുന്നു അത്? വേളാങ്കണ്ണി പോയ കഥ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഇതാരാണ് പറഞ്ഞത്? കുട്ടേട്ടൻ്റെ കുട്ടേട്ടൻ എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ, സിക്സൻ, ജിൻസൺ, ഗിരീഷ്, അങ്ങനെ 4 പേരും കൂടിയാണ് വേളാങ്കണ്ണിക്ക് ടൂർ പോകുന്നത്. പിന്നെ റോബിൻ ഒരാളും കൂടി ഉണ്ട്. അപ്പൊ ഈ റോബിനാണ് ട്രെയിനിന്റെ ടിക്കറ്റ് ഒക്കെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ട്രെയിനിന്റെ ടിക്കറ്റ് ഒക്കെ സൂക്ഷിച്ചു വെച്ച് അവൻ ഇടയ്ക്കിടയ്ക്ക് ഡയറി തുറന്ന് നോക്കും, ടിക്കറ്റ് അവിടെ ഉണ്ടാവും നോക്കും. എന്നിട്ട് അത് ഓക്കെ അടച്ചു വെക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു നമുക്ക് വ്യാഴാഴ്ച തിരിച്ചു പോകാന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയത് മറ്റേ ബസ്സിലൊക്കെ കയറിയാണ്. ബസ്സിൽ കയറി നാഗൂർ പട്ടണത്തിൽ നിന്ന് വേളാങ്കണ്ണി പോയി ഇറങ്ങി ഹോട്ടലിൽ താമസിച്ചു, ആഡംബരം. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. തിരിച്ച് അവിടെ നിന്ന് കയറി നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ കാശിന് വലിയ ആവശ്യമൊന്നുമില്ല. ഇനി ട്രെയിനിൽ കയറിയിരിക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള കാശ്, ബാക്കിയെല്ലാ കാശിനും ഞങ്ങൾ അവിടെ അടിച്ചു പൊളിച്ച് വന്ന ആൾക്കാർ പക്ഷേ സംഭവങ്ങളെല്ലാം അടിച്ചു പൊളിച്ചിട്ട് തകർത്ത് പൊളിച്ചിട്ടാണ്. സ്റ്റേഷനിൽ വന്നിരുന്ന് സംഭവം നമ്പർ അടിച്ചിട്ട് ടിക്കറ്റ് കൺഫേം ആവണല്ല. കുറേ നേരം കഴിഞ്ഞിട്ട് രക്ഷയില്ല. അവസാനം അവിടെയൊക്കെ ഓഫീസിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ്, മറ്റേ ഇൻഫർമേഷൻ സെന്ററിലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് വ്യാഴാഴ്ച അല്ല, ടിക്കറ്റ് വെള്ളിയാഴ്ചയാണ്. ആകപ്പാടി അവിടെ വരാത്തുള്ള 100-150 രൂപ വെച്ചുള്ള ഓരോരുത്തരുടെ കയ്യിൽ. ഇനി തിരിച്ച് അവിടെ പോകണം, അവിടെ റൂം എടുക്കണം, അവിടെ താമസിക്കണം, ഭക്ഷണം കഴിക്കണം, തിരിച്ച് ഇവിടെ വരണം, പിന്നെ വീണ്ടും തിരിച്ച് അവിടെ കയറി പോകണം. ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ? എന്നിട്ട് തിരിച്ച് അവിടെ വന്നപ്പോ പിറ്റേന്നാണ് ട്രെയിൻ. ഇങ്ങനെ തിരിച്ച് അവിടെ നിന്ന് ടാക്സി ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാലിക്കാണ് ടാക്സി പോകേണ്ടത്. എല്ലാവരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയത്താണ് ടാക്സിക്കാർ ഇവിടെ നിന്ന് ആളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോണത്. അങ്ങനെ ഒരു ടാക്സിക്കാരൻ തിരിച്ചു പോണ സമയത്ത് നമ്മൾ കയറി. അപ്പം നിസാരം കാശ് കൊടുത്തായി. ആ നിസാരം കാശ് കൊടുത്ത് അവിടെ പോയി ഇറങ്ങി. അങ്ങോട്ട് പോയത് ബസ്സിനാണ്, പക്ഷെ കാശില്ലാത്തപ്പോൾ നമ്മൾ തിരിച്ച് വേളാങ്കണ്ണിക്ക് പോയത് ടാക്സിക്കാണ്. അവിടെ പോയി ഇറങ്ങി. അപ്പോൾ വെള്ളിയാഴ്ച മറ്റേ തിരക്കൊക്കെ കഴിഞ്ഞ ദിവസം ഏതോ ആണെന്ന് തോന്നുന്നു. വെള്ളിയാഴ്ച അല്ല, തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു. ഞായറാഴ്ച വൈകുന്നേരം എത്തിയപ്പോഴത്തേക്കും എല്ലാവരും പോയി കഴിഞ്ഞ് വേളാങ്കണ്ണി കാലിയായി. അപ്പൊ റൂമിനൊക്കെ വില കുറഞ്ഞു. അപ്പൊ അന്ന് 500-600 രൂപ ഉണ്ടായിരുന്ന റൂമിനൊക്കെ 100-150 രൂപ കൊടുത്തായി. കാരണം പള്ളിയുടെ റൂമുണ്ട്, അപ്പൊ അവിടെ അത്തിരിയും കൂടി കുറവാണ്. കാരണം 150 രൂപ കൊടുത്ത് റൂം എടുത്ത് വൈകുന്നേരം കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല ലളിത ജീവിതം നയിച്ചു. പിന്നെ ശരിക്കും വേളാങ്കണ്ണി പോലെ ഭക്തിയോടെ തിരിച്ചു വന്നു. ഓക്കെ, ഗംഭീരമായി. ഓക്കെ, അപ്പൊ നമുക്കിനി 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 2 lakhs. കോസ്റ്റ്ലിയാണ് 2 ലക്ഷത്തിലേക്കാണ്. ഓക്കെ, അപ്പോ മോണിറ്റർ, ഏത് നിറമുള്ള റിബണിനൊപ്പമാണ് പരംവീർ ചക്ര സമ്മാനിക്കുന്നത്? ഓപ്ഷൻ എ ഇളം പച്ച, ഓപ്ഷൻ ബി പർപ്പിൾ, ഓപ്ഷൻ സി ചുവപ്പ്, ഓപ്ഷൻ ഡി കാവി.
ആ മറ്റേ കീർത്തി ചക്രം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ അന്ന് കിട്ടിയതിനകത്ത് കളർ എങ്ങനെയായിരുന്നു? കളർ എങ്ങനെയായിരുന്നു അല്ലേ? അത് വീട്ടിൽ തന്നെ ഉണ്ടോ ഇപ്പോഴും? അതില് റിബൺ കീർത്തി ചക്രം അല്ല സാറേ, അത് ഒരു വേറെ ഇതാണല്ല, ജീവൻ രക്ഷാപതക്കാണ്. അതില് റിബണിന്റെ കളറ് റെഡാണ്. ഓക്കെ, 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. എന്തെങ്കിലും ഓർമ്മ? ഒരു പിടിവള്ളി കുട്ടേട്ടന്റെ കിടപ്പുണ്ട്. ചോദിക്കാം അല്ലേ? ആ കുട്ടേട്ടാ. യെസ് ബോസ്. സിജു ആൻഡ് സുഭാഷ്, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. എ ഇളം പച്ച, ബി പർപ്പിൾ, സി ചുവപ്പ്. അപ്പൊ ഇളം പച്ചയുണ്ട്, പർപ്പിൾ ഉണ്ട്, ചുവപ്പുണ്ട്, 3 ഉത്തരമുണ്ട്. ഇതിനകത്ത് ഒരു ഉത്തരം ശരിയാണ്. ബി പർപ്പിൾ. കൂട്ടാമോ? കൂട്ടിക്കോ. കൂട്ടാമോ? ഒന്നും നോക്കാനില്ലല്ലോ. ഇതിന് സേഫ് സോണും വല്ലതും ഉണ്ടോ? ഈ കളിയിൽ സേഫ് സോൺ ഉണ്ടോ? സേഫ് സോൺ ഇല്ല. ഇല്ലേ? മൊത്തം അൺസേഫ് അവിടെ. ഓക്കെ, ഓപ്ഷൻ ബി പർപ്പിൾ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അല്ല, ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ ഇവരൊന്നും ഞെട്ടി കേട്ടോ, അല്ലേ? നിങ്ങളൊന്നും ഞെട്ടിയായിരുന്നു അല്ലേ? അപ്പം മിക്കവാറും അന്ന് വിളിച്ചൊരു വിളി ഇപ്പൊ വിളിച്ചേനെ. സുഭാഷേ. ഓക്കെ, ഇപ്പൊ ജീവിതമൊക്കെ വേറെ രീതിയിലേക്ക് മാറുകയാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതം മാറുക. ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഞങ്ങൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പൊങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? ഇപ്പൊ ഞങ്ങളെല്ലാ ദിവസം മണിക്കൊണ്ട് ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ എല്ലാ ദിവസവും പണിക്കുന്നുണ്ട്, ഒരു വ്യത്യാസവും ഇല്ല. പുറത്തോട്ടിറങ്ങിയ ആളുകൾ നമ്മളെ കണ്ടാ തിരിച്ചറിയാൻ തുടങ്ങി. ഒരു ബഹുമാനം വന്നു തുടങ്ങി. ഈ വീട്ടിലൊക്കെ ഒരു ചെറിയ പരിഗണന കിട്ടി തുടങ്ങി കാണുമല്ലോ അല്ലേ? ഭാര്യയൊക്കെ ഇങ്ങനെ ഒരാളിന്റെ കൂടാണോ ഞാൻ ജീവിച്ചിരുന്നത് എന്നൊക്കെ തോന്നി കാണും. ഭാര്യ എന്തോ ഇതിനെ കുറിച്ച് പറയുന്നത് സിജു ഡേവിഡിന്റെ അടുത്ത്? വളരെ അഭിമാനം. കാരണം ഇപ്പൊ ഹീറോയിസം ഒക്കെ ഉണ്ടല്ലോ അതല്ലേ, ഇപ്പൊ എല്ലാവരും പറയാൻ തുടങ്ങി. കാരണം ഇന്ന ആളുടെ ഭാര്യയാണെന്നുള്ള ഒരു ഇത് കക്ഷിന്നറിയാമോ ചോദിച്ചു തുടങ്ങി. അപ്പൊ ഭാര്യക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കുട്ടേട്ടന്റെ മോളാണ് ഹീറോ സ്കൂളിലാ. കുട്ടേട്ടന്റെ മോളല്ലേ ഹീറോ അല്ലേ? അതെ, അവള് സ്കൂളിൽ നല്ല ഇതാണ്. ഇപ്പൊ എല്ലാവരും വന്ന് ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിച്ചോണ്ട് മോൾക്ക് വരും ചിലപ്പോ. ഓക്കെ, കാര്യം ആദ്യം സിജു ഡേവിഡിനെ കിട്ടും നോക്കും. അച്ഛനെ കിട്ടില്ലെങ്കിൽ അച്ഛന്റെ മോളെ എങ്കിലും കിട്ടുമോ? എനിക്ക് തോന്നുന്നത് ഈ വലിയ നടികൾക്കൊക്കെ കാശ് കൊടുക്കാതെ, കാരണം നിങ്ങളുടെ പുരാണം പറയുമ്പോൾ ആൾക്കാർ മൂഡാവുമല്ലോ. ഇപ്പം ഉദ്ഘാടനത്തിന് ആളെ കിട്ടിയാൽ മതിയല്ലോ. ഇപ്പൊ ഈ സിനിമ ആളെ കയറ്റുന്നുണ്ട്, തീർച്ചയായിട്ടും ആളെ കിട്ടും. വരട്ടെ അല്ലേ? അതെ, ഇപ്പൊ ഒരുപാട് കാലം നിക്കണമെന്നില്ല. തീർച്ചയായിട്ടും. കാരണം അതാണ് നമുക്ക് ഏറ്റവും വലുത്. ഇത് കുറച്ച് കളയുമ്പോ ചിലപ്പോ പറഞ്ഞു ഇത് ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിക്കാതെ വരുന്നത് നമ്മൾ എത്ര നാളെന്നാലും നമുക്ക് കുഴപ്പമില്ല. എപ്പോ പോയാലും കുഴപ്പമില്ല. അല്ലെ സുഭാഷിന് ശരിക്കും ഈ നമ്മുടെ ഈ ശരീരത്തുണ്ടായ മുറിവൊക്കെ മാറ്റാൻ ഒരുപാട് കാലം ചികിത്സിച്ചു എന്ന് കേട്ടു. അത് കറക്റ്റ് ആണോ? 64 ദിവസം ആയുർവേദ ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു. അത് അവിടെ എന്താ ചെയ്തത് ശരിക്കും? അവിടെ അതായത് ആയുർവേദ ഹോസ്പിറ്റലില് ശരീരം മൊത്തം ചതഞ്ഞേക്കണ ഇതായിരുന്നല്ലോ. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയി. അവിടെ ഒരു ബിനു ഡോക്ടർ എന്ന് പറഞ്ഞ ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു കടമക്കുടി ആയുർവേദ ഹോസ്പിറ്റലില്. കടമക്കുടിയില് ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഈ ഡോക്ടർ ഈ ന്യൂസൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ ന്യൂസൊക്കെ വായിച്ചപ്പോ ഡോക്ടറിന് അറിയാം. ഈ പത്രത്തിലൂടെയൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോണു. ഡോക്ടർ എന്നോട് പറഞ്ഞത്, സുഭാഷ് ഇവിടെ കിടക്ക്, ഞാൻ സുഭാഷിനുണ്ട് ചികിത്സയൊക്കെ തന്നോളൂ, എനിക്കറിയാം എന്തോരം പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ എത്ര ദിവസം കഴിഞ്ഞ് വിടാൻ പറ്റുള്ളൂ ഞാനിപ്പോ പറയൂല, സുഭാഷ് ഇവിടെ കിടന്നു, ചികിത്സയൊക്കെ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറിന്റെ നിർബന്ധപ്രകാരം ഞാൻ അവിടെ കിടന്നു. എനിക്ക് ഡോക്ടറിന് അറിയാവുന്ന എല്ലാ ചികിത്സകളും എനിക്ക് തന്നു. ആ ഡോക്ടറിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ആ ഡോക്ടർ ബിനു ഡോക്ടറിന് നന്ദി പറയുന്നു. മറ്റേ കടമക്കുടി ആയുർവേദ ഹോസ്പിറ്റലിൽ ഉണ്ടായ ഡോക്ടറിന് നന്ദി പറയുന്നു. ആ ഡോക്ടറാണ് എന്നെ ചികിത്സിച്ച് ഈ രീതിയിലാക്കിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ പോർന്നു. ആയുർവേദ ഹോസ്പിറ്റലിൽ ഇടക്ക് മറ്റേ ഇലകളും ഇതൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ട് വരണ്ടേ, സംഭവങ്ങളൊക്കെ. പിന്നെ എല്ലാരും ചെന്ന് വരിക്കും. അവിടെ കുറെ നേരം വർത്താനം പറഞ്ഞിരിക്കും. അങ്ങനെ വലിയ ചെലവൊക്കെ ആയോ? ഒരുപാട് പൈസയൊക്കെ ചെലവായോ? അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പച്ചമരുന്നുകളൊക്കെ കുറച്ചൊക്കെ വാങ്ങിക്കണം. ബാക്കി എല്ലാം അവിടെ മറ്റേ ഫ്രീ ആണല്ലോ, ഗവൺമെന്റ്. അത്യാവശ്യം സാധനങ്ങൾ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരുന്നു. ഇപ്പൊ അന്നത്തെ ഈ അപകടത്തിന്റെ നിങ്ങൾ ആർക്കെങ്കിലും ആ അപകടത്തിന്റെ എന്തെങ്കിലും ബാക്കി പത്രം പോലെ ചിലപ്പോൾ ചില ആൾക്കാർ, ചില ആശാരിമാര് ചില വീടുകൾ പണിയും ചില ഫിനിഷ് ചെയ്യുമ്പോൾ ഒരു മൂല ഇട്ടേക്കില്ല അവരെ ഓർമ്മിക്കാൻ, അതേപോലെ എന്തെങ്കിലും അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ? മറന്നു കളഞ്ഞത്. ഇപ്പൊ ഈ ഡയറക്ടറെ ഓർമ്മിച്ചാ ഇതല്ലേ അല്ലേ? അപ്പൊ ചിദംബരത്തിനാണ് ഒരു സല്യൂട്ട് കൊടുക്കേണ്ടത് അല്ലേ? അപ്പൊ നമുക്കിനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് 3 lakhs മോണിറ്റർ.
ഡോക്ടർ ജിപ്പു ജേക്കബിനും ഡോക്ടർ ജോബി ബാസ്റ്റിനും 1995 പേറ്റന്റ് ലഭിച്ച കേരമിത്ര എന്ന ഉപകരണം കാരണം ഏത് പ്രവൃത്തിയാണ് കൂടുതൽ എളുപ്പമായത്? ഓപ്ഷൻ എ തെങ്ങ് കയറ്റം, ഓപ്ഷൻ ബി റബ്ബർ ഷീറ്റ് അടിക്കൽ, ഓപ്ഷൻ സി തേങ്ങാ പൊതിക്കൽ, ഓപ്ഷൻ ഡി തേൻ ശേഖരണം. ഇതിൽ രണ്ടിലും 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. പിന്മാറിയാൽ 1 ലക്ഷം, തെറ്റുത്തരം പറഞ്ഞാൽ 20,000. ഓപ്ഷൻ സി തേങ്ങ പൊതിക്കൽ. തേങ്ങ പൊതിക്കൽ. അതാണ് ഡോക്ടർ ജിപ്പു ജേക്കബിനും ഡോക്ടർ ജോബീസ് ബാസ്റ്റിനും കേരമിത്ര എന്ന പേറ്റന്റ് ലഭിച്ച സംഭവം എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഓപ്ഷൻ സി തേങ്ങ പൊതിക്കൽ. നിങ്ങൾ പറഞ്ഞ ഉത്തരം താഴത്തേക്ക് പോവില്ല. ഉത്തരം ശരിയാണ്. അപ്പൊ 3 ലക്ഷം. അതിനിടയ്ക്ക് ആരോ ഒരു ഗൗരവമുള്ള കാര്യം എന്നോട് പറഞ്ഞു. സുഭാഷിന് ഒരു പ്രണയം എന്തോ മറ്റോ ഉണ്ടായിരുന്നു എന്നോ. വെറുതെ പറഞ്ഞല്ലേ? ആൾക്കാരെ കുൽസിത ബുദ്ധികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അല്ലേ? ഒരു കുൽസിത പ്രവർത്തനം. ഒരു പെൺകുട്ടിയായത് പറഞ്ഞു എന്നോട്. ഒരിക്കലും ഇല്ലല്ലേ? അങ്ങി പിന്നെ പെൺകുട്ടിയല്ല. ഇനിയിപ്പോ പ്രണയലേഖനങ്ങൾ വീട്ടിലേക്ക് വന്ന് തുടങ്ങും. അതിനെ നേരിടാൻ തയ്യാറെടുത്തോളൂ. അതിനുള്ള കരുത്തുണ്ടല്ലോ അല്ലേ? ഓക്കെ, സൗഹൃദം ഉണ്ടല്ലോ. നിങ്ങൾ ഒന്നിച്ച് നേരിട്ടുണ്ടാവും. അപ്പൊ 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. സൂക്ഷിക്കണം, കാര്യം ഇത് ലക്ഷങ്ങളുടെ കളിയാണ്. വീണാൽ വീഴ്ചയുടെ ആഴം കൂടുതലായിരിക്കും. ഓക്കെ, ആഴങ്ങളിൽ നിന്ന് കയറി വരാനുള്ള ആഴങ്ങളിൽ നിന്ന് കയറി വരാനുള്ള കയറുമായിട്ട് ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. എന്നാൽ പോലും സൂക്ഷിക്കണം. 5 ലക്ഷം രൂപയുടെ ചോദ്യം. മോണിറ്റർ. സ്വന്തമായി ചെലവുകൾ വഹിച്ച് ബഹിരാകാശത്തേക്ക് വിനോദയാത്ര പോയ ആദ്യത്തെ ആഫ്രിക്കക്കാരനായ മാർക്ക് ഷട്ടിൽവർത്തിന്റെ കമ്പനി വികസിപ്പിച്ചെടുത്ത കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഓപ്ഷൻ എ ഉബുണ്ടു, ഓപ്ഷൻ ബി ആൻഡ്രോയിഡ്, ഓപ്ഷൻ സി യുണിക്സ്, ഓപ്ഷൻ ഡി വിൻഡോസ്. കമ്പോള നിലവാര അവലോകനം പറയട്ടെ. 5 ലക്ഷം രൂപയാണ് വിജയിച്ചാൽ കിട്ടുക. നിങ്ങൾക്ക് പരാജയപ്പെട്ടാൽ 30,000 രൂപ കിട്ടും. പിന്മാറിയാൽ 1.5 ലക്ഷം രൂപ കിട്ടും. IT പ്രൊഫഷണലോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം പിടിവള്ളിയൊന്നുമില്ല. ഒറ്റയ്ക്കല്ല, ഇരട്ടയ്ക്ക് പറയണം. പക്ഷെ നിങ്ങൾ ഊഹം വെച്ച് പറയരുത്. കാര്യം നിങ്ങളിപ്പോ നല്ല എമൗണ്ട് നിൽക്കുകയാണ്. കാര്യം 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. തെറ്റിപ്പോയാൽ 30,000 രൂപ കിട്ടും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ കിട്ടും പിന്മാറിയാൽ. 1.5 മതി. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഈ അങ്ങനെ പിന്മാറുവാണെങ്കിൽ ഈ 1.5 ലക്ഷം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? സംഘത്തിന്റെ ഒരു ഫണ്ടിലേക്ക് കുറച്ച് മാറും, കുറച്ച് കാശ് കൊടുക്കും അല്ലേ? അപ്പൊ എന്താ ഫൈനൽ, വാട്ട് ഈസ് യുവർ ഫൈനൽ ഡിസിഷൻ? കിട്ടിയാം. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് സിജു ഡേവിഡ് ആൻഡ് സുഭാഷ്, നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കൾക്കൊപ്പം ഈ മത്സര വേദിയിൽ നിന്ന് പിൻവാങ്ങുന്നു. പോക്കറ്റിലെ 1.5 ലക്ഷം രൂപയായി. ഇനി ഒരു ഉത്തരം പറയും. അത് ആഫ്രിക്കൻ ഉബുണ്ടു. അത് ശരിയായിരുന്നു. എന്താ ചെയ്യുക അല്ലേ? ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഉബുണ്ടു. ഓക്കെ, അപ്പൊ 1.5 ലക്ഷം രൂപ ഇപ്പൊ കയ്യിലുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. എന്തെങ്കിലും മോള് വരെ പോയിട്ടുണ്ടോ? ഇത് മേളിവരെ പോയിട്ട് വരാം. ഓക്കെ, കാര്യം താഴെ പോയ ഒരാളിന്റെ ആഗ്രഹമാണ്. അപ്പൊ നമുക്ക് മേളിലോട്ട് പോയിട്ട് വരാം. അപ്പൊ കുട്ടേട്ടാ, ലെവൽ 6. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ? കൊള്ളാം, സാധനം കൊള്ളാം. യഥാർത്ഥത്തിൽ അറിവ് സമ്പാദിച്ച് തിരിച്ചു വരാം. എനിക്കൊന്ന് താഴേന്ന് മേളി വന്ന പോലെ ഒരു ഫീൽ അല്ലേ? ദേഹം മുറിഞ്ഞിട്ടില്ല. കുട്ടേട്ടാ, ലെവൽ 1.
അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സുഹൃത്തുക്കളെ കൂടി വിളിച്ചാലോ? അപ്പൊ നിങ്ങൾ ഇറങ്ങി വരിക. ആ 12. ഓക്കെ, വരിക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പരിപാടിയുടെ അന്ത്യനിമിഷങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ 12 പേരും സൗഹൃദത്തിന് ഒരുപാട് ബലം കൊടുക്കുന്നവരാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഇൻസിഡന്റ് അല്ല ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായത് നിങ്ങൾ ഈ മഞ്ഞുമല്ലിലൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? ഇത് കഴിഞ്ഞ പിന്നെ ഞങ്ങള് ഭയങ്കര സംഭവം. ഇനിയിപ്പോ നിങ്ങളുടെ ഭാഗത്ത് ചോദിച്ചു കഴിഞ്ഞാലേ, ഇനിയിപ്പോ നമ്മുടെ ശബ്ദക്കാരന്റെ മൈക്കിങ് കൊണ്ട് കൊടുത്ത്. അവന് മൈക്ക് വേണ്ട. ഒന്നുകൂടെ വിളിച്ചേ, വിളി. സുഭാഷേ കേട്ടില്ലല്ലേക്കോ? ഓക്കെ, അപ്പൊ സുഭാഷിന് ഇപ്പോഴും ഈ വിളി കേട്ടാലൊരു ഒരു മനസ്സിലൊരു ചലനം ഉണ്ടാവും ഇത്രയും കാലം കഴിഞ്ഞെങ്കിലും. അല്ലെ, അവിടെ കിടക്കല്ലേ ആ വിളി അവിടെ. ഓക്കെ, എനിക്കൊന്ന് ഒരു പക്ഷേ സൗഹൃദത്തിന്റെ നാരായവര് വീഴുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. സ്വന്തം കാര്യം നോക്കി നടക്കുന്ന അവനിവൻസിന്റെ പക്ക കാലമായത്. അപ്പൊ ആ കാലത്ത് നിങ്ങൾ മഞ്ഞുമല്ലെ നിങ്ങൾ 12 പേരും 40 പേരും. അപ്പൊ ഈ 40 പേരും അന്ത്യ നിമിഷങ്ങൾ വരെ ഒന്നിച്ചു പോകണം. അതായിരിക്കണം ഫ്ലവേഴ്സ് ഒരു കോടിയിലൂടെ നിങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശം. തീർച്ചയായും. വിദേശത്തുള്ളവരെ എപ്പോഴാ തിരിച്ചു പോവാ? ഞാൻ 18-ാം തീയതി. നമ്മുടെ പോളണ്ടുകാരെ എവിടെ? പോളണ്ടിലൊക്കെ പോയി ഈ സംഭവം പറയണം. ഇതൊരു മഞ്ഞുമൽ വിപ്ലവമാണെന്ന് പറയണം. ഞാൻ 21-ാം തീയതി പോകണം. 21-ാം തീയതി പോകും. അപ്പൊ താങ്കൾ ഇടയ്ക്ക് വരുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ നിങ്ങളോടൊക്കെ ഉള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുന്നു. വളരെ സന്തോഷം. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ ഫ്ലവേഴ്സ് ഒരു കോടി. ഓക്കെ, വെൽ ഡൺ മൈ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് ഒറിജിനൽ. ദാറ്റ് ഈസ് യുവർ ന്യൂ നെയിം. മഞ്ഞുമൽ ബോയ്സ് ഒറിജിനൽ. ഒറിജിനൽ. അപ്പൊ അത് പറയണം. അപ്പൊ എല്ലാ ഇവരുടെ ഈ 12 പേരുടെയും കുടുംബത്തിനും ഈ 40 പേരുടെ കുടുംബത്തിനും ഹായ്. ഓക്കെ, താങ്ക് യു സുജി ഡേവിഡ്. വണ്ടർഫുൾ. ഓക്കെ, സുഭാഷ്. ഈ മനുഷ്യൻ കയറി വന്ന നമ്മളൊക്കെ കുഴി വീഴുമ്പോ കയറി വരാറില്ല, അതാ കാര്യം. ഓക്കെ, താങ്ക് യു. ആദ്യം സുഭാഷിനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, വായിക്കണ്ടേ? ഓക്കെ, ഇനിയിപ്പോ സിജു ഡേവിഡിനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. മുറിച്ച് വേണേൽ 12 പേർക്കും കൊടുക്കുക. റെഡി? അപ്പൊ താങ്ക് യു. അപ്പൊ നിങ്ങൾ എനിക്കൊന്ന് ഇനിയിപ്പം അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് കാണേണ്ട അവസ്ഥയാവുന്ന എന്റെ പേടി. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾ ഇതുവഴി പോവാം. ഞാൻ എന്റെ ജോലിയിലേക്ക് കടക്കുന്നു. ഓക്കെ, താങ്ക് യു. കൊടൈക്കനാലിലെ ഗുണ കേവിന്റെ അഗാധങ്ങളിൽ വീണുപോയ സുഭാഷും അയാളെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷപ്പെടുത്തിയ സിജു ഡേവിഡും എന്നും നമ്മുടെ ഓർമ്മയിലുണ്ടാകും. ഏറ്റവും വലിയ മനുഷ്യ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ പ്രതീകമായി ഇവർ നമ്മോടൊപ്പം ഉണ്ടാകും. ആ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.